ഇതിന്റെ പായിട്ടില്ല, നമ്മൾ അകലം നോക്കും, കാമ്പിന്റെ അകലം കാര്യങ്ങൾ നോക്കും, പിന്നെ കാമ്പിന്റെ വലിപ്പം കാര്യങ്ങളെല്ലാം നോക്കും. ചെറിയ പെല്ലറ്റ് ആണ് നമ്മളെ ശാന്തിയുടെ അൾട്ടിമ പ്ലസ് ആണ് നമ്മൾ കൊടുക്കാറ്. ഒരു പ്രസവിച്ച പശുവിന് നമ്മൾ ഒരു നേരം ഒരു 4 കിലോ പല്ലറ്റ് കൊടുക്കും. പിന്നെ നമ്മൾ പരുത്തിക്കൊട്ട ഒരു പശുഫാം വിജയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരേ ഒരു മാർഗമുള്ളൂ, ഹൈബ്രിഡ് പശുക്കളെ വളർത്തുക. അപ്പൊ എടപ്പറമ്പ് ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സിനോബി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ ഒരു ഹൈബ്രിഡ് പശുഫാം ആണ്. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന 70% പാല് സംഘത്തിലാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇവർക്ക് പശു വളർത്തൽ വളരെ ലാഭകരമാണ്. അതിന് കാരണം ഇവർ വളർത്തുന്ന പശുക്കൾ മുതൽ തീറ്റയിൽ വരെയുള്ള പ്രത്യേകതകൾ കൊണ്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ പശുഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ട അറിവുകൾ തരുന്ന ഒന്നാണ്. അപ്പൊ നേരെ കാഴ്ചകളിലേക്ക് പോകാം. നമസ്കാരം. നമസ്കാരം. അപ്പൊ ഇപ്പൊ എത്ര പശുണ്ട്? ഇപ്പൊ നമുക്ക് ഒരു 22ഓളം പശുക്കളുണ്ട് നമുക്ക് ഇവിടെ. ഓക്കെ, ആദ്യം എത്ര പശുവിൽ നിന്നാണ് തുടങ്ങിയത്? ആദ്യം നമ്മൾ 10 പശുവിൽ നിന്നാണ് തുടങ്ങിയത്. ഓക്കെ, അത് എങ്ങനത്തെ പശുക്കളായിരുന്നു? ആദ്യം നമ്മള് തുടങ്ങണ കാലഘട്ടത്തിൽ നമ്മള് സാധാ നോർമൽ ജേഴ്സി കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഹൈബ്രിഡിലേക്ക് മാറിയാണ്, ഫുൾ ഹൈബ്രിഡിലേക്ക് മാറി. ഓക്കെ, എന്തുകൊണ്ടാണ് ക്രോസ് ഇനത്തിൽ നിന്ന് പിന്നെ ഹൈബ്രിഡിലേക്ക് മാറാൻ കാരണം എന്താ? ഹൈബ്രിഡിലേക്ക് മാറാൻ നമുക്ക് രണ്ടിനും നോക്കേണ്ട ചെലവ് ഒന്നാണ്, പക്ഷെ ഇതിൽ നമുക്ക് ഉൽപാദനം കൂടുതൽ ലഭിക്കുന്നുണ്ട്. പാലുൽപാദനം നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എക്സ്പെൻസ് കുറച്ച് കമ്മിയാക്കാം. നമുക്ക് നീണ്ട കറവ ലഭിക്കുന്നുണ്ട്. ഇവർക്കൊക്കെ കാര്യങ്ങള് നമുക്ക് അങ്ങനെ പണിക്കാരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെൻസ് കമ്പയർ ചെയ്യുമ്പോൾ നോർമലിൽ നിന്ന് ഹൈബ്രിഡിലേക്ക് മാറുകയാണ് ഏറ്റവും നല്ലത് നമുക്ക്. ഓക്കെ, അപ്പൊ എത്ര വർഷമായിട്ടാണ് ഈ പശു വളർത്തൽ മേഖലയ്ക്ക് വന്നിട്ട്? നമ്മളൊരു 15 വർഷത്തിന്റെ മുകളിലായി. ഓക്കെ, അപ്പൊ ഈ ഹൈബ്രിഡിലേക്ക് വന്നിട്ട് എത്ര നാളായി? ഇപ്പൊ നമ്മളൊരു കഷ്ടിച്ച ഒരു കൊല്ലത്തിന്റെ ഉള്ളിലായിട്ടുള്ളൂ ഹൈബ്രിഡിലേക്ക് മാറാൻ. അപ്പൊ ഈ ഹൈബ്രിഡിലേക്ക് വന്നിട്ട് ചേട്ടന് എന്താണ് ഗുണം ഉണ്ടായത്? ഉൽപാദനം നല്ല വർദ്ധിച്ചു. പിന്നെ പശുക്കൾക്ക് നമ്മൾ മറ്റേതിനെക്കാട്ടും കൂടുതൽ നമുക്ക് പാലുൽപാദനം നല്ലതായി. നമുക്ക് വരുമാനം പണ്ട് തുല്യമായിരുന്നു, വരവും ചെലവും തുല്യമായിരുന്നു. ഇപ്പൊ പാലുൽപാദനം നല്ല ഗണ്യമായി വർദ്ധിച്ചു. ഓരോ പശുക്കൾ 25+ ഉള്ളതായി. അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ നമുക്ക് കുറച്ച് സേവിങ്സ് കൂടുതൽ ലഭിക്കാൻ തുടങ്ങി. ഹൈബ്രിഡിലേക്ക് മാറേണ്ട ഗുണം അതാണ്. നമുക്ക് സൊസൈറ്റിന് അത്യാവശ്യം വിലയും കിട്ടുന്നുണ്ട്. ഹൈബ്രിഡായിട്ട് നമുക്ക് വില കമ്മി അങ്ങനെയുള്ള ഒന്നല്ല, ആവറേജ് 45 രൂപ പാലിന് റേറ്റ് എല്ലാം നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. ഇതന്നെ നമുക്ക് ഉൽപാദന ചെലവിൽ നമുക്ക് ഗണ്യമായ വർധനവ് കൂട്ടാൻ വേണ്ടിയിട്ട്, നമുക്ക് പാലുൽപാദനം കൂട്ടാൻ വേണ്ടിട്ട് തന്നെ ഹൈബ്രിഡിലേക്ക് മാറി നമ്മൾ. ആദ്യം നമ്മൾ പശുക്കളെ വളർത്തി, ആദ്യം എന്താ പറയാ ക്രോസിന് ഇഷ്ടപ്പെട്ട പശുക്കളെയാണ് വളർത്തിയത്. പിന്നീട് ഇതിലേക്ക് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കില്ല, കാരണം ഒറ്റയടിക്ക് നല്ല പാലുൽപാദനം അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ ഇതിന്റെ പരിചരണ രീതിയൊന്നും നമുക്ക് പെട്ടെന്ന് ആദ്യം മനസ്സിലായിരുന്നില്ല. പിന്നെ നമ്മൾ ഓരോന്നായി കൂട്ടി വന്നപ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നും വന്നില്ല. നമ്മള് നോർമൽ പശുക്കളാകുമ്പോൾ അസുഖങ്ങൾ കമ്മിയുണ്ടായിരുന്നു. ഇവര് അസുഖങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച ഒരു കുഴപ്പമില്ല. നമുക്ക് വരുമ്പോൾ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യണം, തൈലേരിയ അനാപ്ലാസ്മ കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് അതിന്റെ മെയിൻ്റെനൻസ് ചെക്ക് ചെയ്ത് നമുക്ക് പേടിക്കാനൊന്നുമില്ല. നമുക്ക് അതേമാതിരി തന്നെ കൊണ്ടു നടക്കാം. നമ്മൾ ചെന പശുക്കളെയാണ് അധികം ഇറക്കാറ്. ഒരു 8 മാസം അങ്ങനെയുള്ളാകുമ്പോൾ നമ്മൾ ക്ലൈമറ്റായി സെറ്റ് ആവും. അപ്പൊ നമ്മൾ ഇവിടെ പ്രസവം കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ പശു നമുക്ക് യാതൊരു പ്രോബ്ലം നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ ഓരോന്നായി കൂട്ടി ഇപ്പൊ 20ഓളം പശുക്കൾ നമ്മളിപ്പോ ഉണ്ട്. നമ്മൾ ഒരു ദിവസം ഇപ്പൊ ഒരു രാവിലെ മാത്രം ഒരു 115 ലിറ്ററോളം ഇപ്പൊ കൊടുക്കുന്നുണ്ട്. അത് ഫുള്ളും കറവയല്ല, ആകെ 10 കറവയുള്ളൂ. 2 നേരം കൂടി ഒരു 230-240 ലിറ്ററോളം നമ്മളിപ്പോ കൊടുക്കുന്നുണ്ട്. ആദ്യ സമയത്ത് നമുക്ക് എത്ര ലിറ്റർ പാലുൽപാദനം ഉണ്ടായിരുന്നു? ആദ്യ സമയത്ത് നമുക്ക് പശുക്കൾക്ക് ആവറേജ് ഓരോ പശുവിന് 15-14 ലിറ്റർ ആണ്, അത്രയാണ് കിട്ടിയായിരുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് ഈ ഹൈബ്രിഡിലേക്ക് മാറുമ്പോൾ ഒരു പശു 20+ ആണ് കിട്ടുന്നത്. അപ്പൊ ഇതിനെനിക്ക് മനസ്സിലായത് ആദ്യം നമുക്ക് കയ്യിൽ പിടിക്കാനൊന്നും കാണില്ലായിരിക്കും. അതന്നെ കയ്യിൽ പിടിക്കാനൊന്നുമില്ല. ഇതിപ്പോ പാല് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ എവിടെയാ കൊടുക്കുന്നത്? നമ്മള് മിൽമേൽ തന്നെ തൃക്കടീരി ക്ഷീരസംഘം എന്ന് പറയും. എന്നിട്ടും നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു പറ്റുന്നുണ്ട്. അത്ര പാല് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് കൊടുത്തു കഴിഞ്ഞാലും നമ്മുടെ ചെലവ് കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ പൈസ. അതാണ് ഉദ്ദേശിച്ചത്. അല്ല മറ്റേതാവുമ്പോ നമുക്ക് സേവിങ്സ് വെക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ നമ്മളിപ്പോ ഒരു 6 മാസമായിട്ട് നമുക്ക് കുഴപ്പമില്ല, സേവിങ്സ് വെച്ച് പോണു ഹൈബ്രിഡിലേക്ക് മാറിയപ്പോ. ഇനി നമ്മളിപ്പോ 9 പശു എന്നാണ് നമ്മളൊരു 200-something ലിറ്ററോളം അളക്കുന്നുണ്ട്. സൊസൈറ്റി മിൽമേൽ തന്നെ നമ്മൾ അധികം കൊടുക്കുന്ന പാല്. അപ്പൊ അതുകൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഈ ക്രോസിനെ സെലക്ട് ചെയ്തപ്പോ ആ സമയത്ത് നമുക്ക് ഒരു എന്താ പറയാ മടുപ്പായിരിക്കുമല്ലോ, കാരണം നമ്മൾ അധ്വാനിച്ചതിന് പൈസ കിട്ടുന്നില്ല. പിന്നെ അധ്വാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ക്രോസ് ബ്രീഡില് അധ്വാനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ നമുക്ക് സേവിങ്സ് ഒന്നും ഇല്ല. നമുക്ക് മിൽമേന്ന് 10 ദിവസം കിട്ടുന്നു, അതാ നേരെ മറിച്ച് തീറ്റിലേക്ക് കൊടുക്കുന്നു. അങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പൊ നേരെ മറിച്ചായി. നമുക്ക് ഇപ്പൊ പാലുൽപാദനം കൂടി ഇപ്പൊ ഒരു ഹൈബ്രിഡ് കൊണ്ടുവച്ചാൽ നമുക്കൊരു 8 മാസത്തോളം ഒരു 25 കിട്ടുവെച്ചാൽ 23 എങ്കിലും കിട്ടുന്നുണ്ട്. മറ്റേത് നമ്മൾ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 3 മാസം 4 മാസം കഴിയുമ്പോൾ തന്നെ നമുക്ക് പാല് ഗണ്യമായി ഒരു 18 ലിറ്റർ ആച്ചാൽ
13 12 അങ്ങനെയാണ് വരുന്നത്. അപ്പൊ ഈ ഹൈബ്രിഡ് കൊണ്ടുവന്നതിന് മുമ്പ് ഏതെങ്കിലും ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. നമ്മള് ക്ഷീരവികസന വകുപ്പിന്റെ നിരവധി ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആലത്തൂരൊക്കെ നമ്മൾ പോയിട്ട് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ കുറെ ഫ്രണ്ട്സുകളുണ്ട്. നമ്മളെ വയനാട് ലില്ലു ചേച്ചി, പിന്നെ തങ്കച്ചൻ ചേട്ടൻ, അങ്ങനെ കുറെ ആൾക്കാരുണ്ട് നമ്മള് വയനാട്ട്. അപ്പൊ നമ്മളെ സുഹൃത്തുക്കളാണ്. അപ്പൊ ഞങ്ങളൊരു സംഘടനയിലും ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു സുഹൃത്ത്, അപ്പൊ അവരാണ് നമ്മൾക്കൊരു പ്രചോദനം തന്നത് ഹൈബ്രിഡിലേക്ക് മാറാൻ. അപ്പൊ അവരുടെ എല്ലാ അനുഭവത്തിലാണ് നമ്മൾ ഈ ഹൈബ്രിഡിലേക്ക് മാറാനുള്ള സാഹചര്യം ഉണ്ടായി. അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ മെനക്കിടുന്നുണ്ടല്ലോ ഇതിലേക്ക് ഇറങ്ങി തിരിക്കുമ്പോ. ഹൈബ്രിഡിലാകുമ്പോൾ നമുക്കൊരു എങ്ങനെ പോയാലും നമുക്കൊരു 8 മാസം വരെ നോർമൽ പാല് കിട്ടുന്നുണ്ട്. അതായത് നീണ്ട കറവ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് കന്നി പശുക്കളാണോ അതോ എത്രാമത്തെ ഫസ്റ്റ് ലാക്ടേഷൻ സെക്കൻഡ് ലാക്ടേഷൻ അധികം എടുക്കുന്നത്. പിന്നെ മൂന്നാമത്തെ ലാക്ടേഷൻ നമ്മൾ ചിലതൊക്കെ നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നുണ്ട്. അധികം നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തന്നെ നമ്മൾ അധികം നോക്കുന്നത്. ഓക്കെ, ഞാൻ കേട്ട ഒരു അറിവ് വെച്ച് ഇതുങ്ങളുടെ പാല് വിറ്റിട്ടാണ് അടുത്ത പശുക്കൾ വാങ്ങുന്നത്, അങ്ങനെ ഒരു കേട്ട അറിവുണ്ട്. ചേട്ടൻ അങ്ങനെ? അത് ശരി തന്നെയാണ്, അത് ശരി തന്നെയാണ്. നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഞാനായാലും മറ്റു കർഷകരായാലും നമുക്ക് നമ്മൾ ഇതിന്ന് കിട്ടിയ എമൗണ്ട് തന്നെ നമ്മൾ ഇതിൽ തന്നെ ഇറക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അല്ലാതെ നമ്മൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമ്മൾ വേറെ നമ്മൾ ഫണ്ട് എടുത്തിടുന്തോറും നമുക്ക് നഷ്ടങ്ങളാ വരിക. ലോൺ എടുക്കുന്നില്ല? ഇല്ല, ലോണൊന്നും നമ്മൾ എടുക്കുന്നില്ല. നമ്മൾ ഇതിന്ന് കിട്ടിയ കൊണ്ട് തന്നെയാണ് അധികം ചെയ്യുന്നത്. നമ്മൾ ഇതിന്ന് കിട്ടിയ കൊണ്ട് നമ്മൾ ഒരു മാസത്തെ വരുമാനം സേവിങ്സ് ആയിട്ടാണ് അടുത്ത പശുവിന് എടുത്ത് വരുന്നത്. നമ്മൾ ഒരു മാസം കൊണ്ട് നമുക്ക് ഒപ്പിക്കാം. എങ്ങനെയാണോ ഇതിന്റെ കാര്യം? ധൈര്യമായിട്ട് ഒപ്പിക്കാം. നമ്മളിപ്പോ നമുക്ക് സൊസൈറ്റിയിൽ നിന്ന് ഒരു 43-45 കിട്ടിയാൽ തന്നെ നമുക്ക് ബെനിഫിറ്റ് ആയി വരും ഹൈബ്രിഡില്. മറ്റേ നോർമൽ ആകുമ്പോൾ നമുക്ക് ബെനിഫിറ്റ് ആയി വരില്ല. ഹൈബ്രിഡിലാകുമ്പോൾ നമുക്ക് ഒരു മാസത്തിൽ എന്തായാലും നമുക്കൊരു 1 പശു 2 പശു കയറ്റാം നമുക്ക്. ഇതൊക്കെ പറയുന്നെങ്കിലും എന്താ പറയാ, ക്രോസ് ഇനത്തിൽപ്പെട്ട പശുക്കൾക്ക് രോഗങ്ങൾ കുറവായിരിക്കും, രോഗങ്ങൾ കൂടുതലായിരിക്കും. രോഗങ്ങൾ കൂടുതൽ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇതിന്റെ മെയിൻറ്റെയിൻസിങ് ആണ്. നമ്മൾ കൃത്യമായി ഇതിന്റെ നമ്മള് ഗ്രാഫ് സൂക്ഷിച്ചു വെച്ച ഒരു പശുവിന്റെ തീറ്റ എടുക്കുന്നുണ്ടോ കാര്യങ്ങളുണ്ടോ, അതായത് നമ്മൾ ഫാമിൽ നമ്മളെ പണിക്കാരുണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ വരാതിരിക്കരുത്. എന്താ വെച്ചാൽ നമ്മൾ ഫുൾ ടൈം ഫാമിലാകുമ്പോൾ എന്തെങ്കിലും പശു തീറ്റ എടുക്കാതിരിക്കുക, അതിന്റെ യൂറിൻ കളർ വ്യത്യാസം അപ്പം നമ്മൾ ചികിത്സിച്ച അസുഖങ്ങളൊന്നുമില്ല. എന്റെ അനുഭവം വെച്ച് പറയുകയാണ്, ഹൈബ്രിഡിന് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഇതുവരെയായിട്ട് നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. നമ്മൾ കൊണ്ടുവരുന്ന സമയത്തുള്ള ആ ബ്ലഡ് ചെക്കിങ്ങും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ. അപ്പൊ ക്വാറന്റൈനിൽ നിർത്താറുണ്ട്? ഉണ്ടാറുണ്ട്. നമ്മൾ ക്വാറന്റൈനിൽ നിർത്താറുണ്ട്. നമ്മൾ ഓരോ പശു നമുക്ക് അപ്പുറത്തൊരു ചെറിയ ഷെഡ് ഉണ്ട്, അവിടെ സൈഡിൽ നിർത്താറുണ്ട്. ക്വാറന്റൈനിൽ എടുത്താളോ നമ്മളിപ്പോ കുട്ടികളൊപ്പം അവിടെ വെച്ചിട്ടുണ്ട്. ഒരു 2-3 ദിവസം ക്വാറന്റൈനിൽ നിർത്തും നമ്മൾ. അപ്പൊ ഈ ഹൈബ്രിഡ് പശുക്കളെ തെരഞ്ഞെടുപ്പ് ചേട്ടൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹൈബ്രിഡ് പശുക്കളെ ഫേസ് ചെയ്യുമ്പോൾ നമ്മള് ബ്രീഡിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി നമുക്കൊരു കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നായിരുന്നു ഫസ്റ്റ് കാലഘട്ടങ്ങളിൽ. അതെങ്ങനെയാ ചേട്ടൻ എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്തു? നമ്മളത് ഇതിന്റെ പാൽ കപ്പാസിറ്റിനെ കുറിച്ചിട്ട് ഇതിനെ എങ്ങനെയെല്ലാം സെലക്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞ അനുഭവത്തിൽ നമ്മള് ഇവരെ പാൽ ഞരമ്പ് കാൽ കപ്പാസിറ്റി ഇതിന്റെ ഹൈബ്രീഡിൻ്റെത്, ആ ബ്രീഡ് ക്വാളിറ്റി, പശുവിന്റെ ഹെൽത്തി കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എടുത്തുകൊണ്ട് ഇപ്പോ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വന്നായിരുന്നില്ല. പശുക്കളെ സെലക്ട് ചെയ്യുന്നത് നമ്മള് കൃഷ്ണഗിരിയിൽ തന്നെയാണ് എടുക്കാറ് അധികം. ചിന്താമണി കൃഷ്ണഗിരി വീടുകളിൽ നിന്ന് എടുക്കണം, മാർക്കറ്റിൽ നിന്ന് എടുക്കാറ്. അപ്പൊ ചേട്ടൻ ഈ പശുക്കളെ തെരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മൾ ഒന്നാമത് അതിന്റെ നമ്മള് പശുവിന്റെ ഹെൽത്ത് തന്നെ നമ്മൾ ഫസ്റ്റ് നോക്കുക. പിന്നെ ലാക്ടേഷൻ നോക്കും, പശുവിന്റെ എത്രാമത്തെ പ്രസവ കാര്യങ്ങളും നോക്കും. പിന്നെ അതിന്റെ പാൽഞരമ്പ്, അകിട് കാര്യങ്ങള്, കാമ്പിന്റെ അകലം, അതെല്ലാം നോക്കിയിട്ട് തന്നെ നമ്മൾ എടുക്കാറ്. പശുക്കൾ തൂങ്ങി നിൽക്കുന്നുണ്ട്, ക്ഷീണം അങ്ങനെ അതൊക്കെ ഉണ്ടാവും. ഹെൽത്ത് കമ്മിയുള്ള പശുക്കളെ നമ്മൾ എടുക്കാറില്ല. അത്യാവശ്യം ഹെൽത്തിയുള്ള പശുക്കൾ തന്നെ എടുക്കാറുള്ളത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, ഇവിടെ കണ്ടറിയാൻ പറ്റും. നമ്മള് ഭക്ഷണങ്ങളൊന്നും കൊടുത്തിട്ടില്ല, അതപ്പൊ കഴുകി ഇപ്പൊ സ്റ്റാർട്ടിങ് തുടങ്ങുന്നുള്ളൂ. അപ്പൊ നമ്മള് തീറ്റ ഇപ്പൊ കൊടുക്കാൻ തുടങ്ങുന്നുള്ളൂ. നമ്മള് ഇപ്പൊ ക്ലീനിങ് തുടങ്ങിയിട്ടുള്ളൂ. എന്തായാലും നമ്മൾ ഇത്രയും നേരം പറഞ്ഞു, പേര് ചോദിച്ചില്ല. പേരെന്ന് പറയാമോ? എന്റെ പേര് അജിത് എന്നാണ്. സ്ഥലം പറയോ? സ്ഥലം നമ്മള് ഒറ്റപ്പാലം താലൂക്കിലെ തൃക്കടീരി എന്ന പഞ്ചായത്തിലാണ്, പാലക്കാട് ഡിസ്ട്രിക്ട്. അപ്പൊ ഇതാണ് ചേട്ടന്റെ പശുക്കള്. ഈ സൈഡിൽ ഇപ്പൊ എത്ര പശുക്കളുണ്ട് ചേട്ടാ? ഇതില് 9ഓളം പശുക്കളാണ് ഈ സൈഡിൽ നിൽക്കുന്നത്. ഓപ്പോസിറ്റും അതേമാതിരി 9-10 പശുക്കൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ എങ്ങനെയാണ്, കറവ പശുക്കൾ ഒരുമിച്ചാണോ അതോ അല്ല, കറവ പശുക്കളാണ് ഈ ലെവലിൽ നിൽക്കുന്നത്. ചെന പശുക്കൾ ഇപ്പുറത്തെ സൈഡിലാണ് നിർത്താറുള്ളത്. 2 സെക്ഷൻ ആയിട്ടാണ്. അപ്പൊ ആവറേജ് എത്ര ലിറ്റർ പാൽപാലനം ഉണ്ട് മൊത്തം? ഇതിപ്പോ എല്ലാം നമ്മളെ 20+ കിട്ടുന്ന പശുക്കളാണ് എല്ലാം ഇപ്പൊ നമ്മൾ നിർത്തിയിട്ടുള്ളത്. 20+ ഉള്ള പശുക്കൾ മാത്രമേ നമ്മൾ നിർത്തുന്നുള്ളൂ. അതായത് ഇവിടെ പ്രസവിച്ച പശുക്കളാണ്? അല്ല, ഇവിടെ വന്നിട്ട് പ്രസവിച്ച പശുക്കളാണ്. നമ്മൾ ചെനയിലാണ് എല്ലാത്തിനും കൊണ്ടുവരാറ്. പ്രസവിച്ച പശുക്കളെ നമ്മൾ എടുക്കാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ചെനയിൽ സെലക്ട് ചെയ്യുന്നത്? നമ്മൾ സാധാരണ പ്രസവിച്ച പശുക്കളെയാണ് തെരഞ്ഞെടുക്കുക, അതിന്റെ കാമ്പൊക്കെ ഒന്ന് അറിയാനും കാര്യങ്ങളൊക്കെ.
നമ്മൾ ചെനയിൽ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമ്മൾ കാമ്പ് ഒന്ന് ചെക്ക് ചെയ്യും. നമ്മളൊന്ന് ചെറുതായിട്ട് പീച്ച് നോക്കും, കാമ്പ് കംപ്ലൈന്റ് ഉണ്ടോ നോക്കും. ചെനയിൽ എടുക്കാൻ കാരണം നമ്മൾ പശുവിന്റെ പ്രസവം കാര്യങ്ങൾ എങ്ങനെയാണ്, ആ പശുവിന്റെ ഫുൾ ഡീറ്റെയിൽ ഗ്രാഫ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ നോക്കുന്നത്. പഠിക്കാനും കൂടി ആ പശുവിന്റെ പ്രസവ സമയത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ പ്രസവിച്ച് എടുത്തു കഴിഞ്ഞാൽ. പിന്നെ അതെല്ലാം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് ഒന്നാമത് നമ്മൾ ചെനയിൽ തന്നെ എടുക്കും. രണ്ടാമത് നമ്മളെ ഫാമായിട്ട് ചെനയിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റ് ആയിട്ട് ഇവിടെ വന്ന് സെറ്റ് ആവും. അപ്പൊ നമുക്ക് പാലുൽപാദനം കമ്മിയാവില്ല. ഇവിടെ വന്ന് പ്രസവിച്ചാൽ നമുക്ക് പാലുൽപാദനം കമ്മിയാവില്ല. മറ്റേ ചെനയിൽ എടുത്ത് ഇവിടെ ഫാമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചില പശുക്കൾക്ക് നമുക്ക് മുന്നേ അനുഭവം വന്നിട്ടുണ്ട്, ഒരു മാസത്തോളം നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് നമ്മളെ ക്ലൈമറ്റ് ആയി സെറ്റ് ആവാൻ. പാലുൽപാദനം ഗണ്യമായി കമ്മിയാവും. പിന്നെ സ്ട്രെസ് കൂടും. അവിടുന്ന് ഇത്രയും ദൂരം വരുന്നതല്ലേ ചെന. നമ്മൾ പ്രസവിച്ച പശുവിനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പ്രസവിക്കുമ്പോൾ അവരൊന്ന് റിലാക്സ് ആയി കാര്യങ്ങളായി ഫാം ഒന്ന് സെറ്റ് ആവും ചെയ്യും. ബാക്കിയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതായത് ഈ ഫാമിനോടൊക്കെ ഇണങ്ങി ചേരും. ഇവിടെ കൊണ്ടുവരുമ്പോൾ ഈ ചെന പശുക്കൾക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? നമ്മൾ ക്വാറന്റൈൻ നിർത്തുന്നു ഓൾറെഡി പറഞ്ഞു, പിന്നെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ക്വാറന്റൈൻ ഫസ്റ്റ് നിർത്തും. അത് നിർത്തും ഒരാഴ്ച കഴിഞ്ഞാൽ തന്നെ നമ്മൾ ബ്ലഡ് ചെക്ക് ചെയ്യും. ഈ പശുക്കളെ എല്ലാത്തിനും ബ്ലഡ് ചെക്ക് ചെയ്യും. നമ്മൾ തൈലേരി അനാപ്ലാസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യും. ഇണ്ടിച്ച് അതിന് വേണ്ട വാക്സിനേഷൻ കാര്യങ്ങളെല്ലാം ചെയ്യും. അതാണ് നമ്മൾ കൂടുതലായി നമ്മൾ ശ്രദ്ധിക്കും. അല്ല പ്രൈവറ്റ് അല്ല. നമ്മൾ ഇവിടെ നമുക്ക് ഫാമിക്കായിട്ട് തന്നെ ഒരു ഡോക്ടർ ഉണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് ഒരു ഡോക്ടർ ഉണ്ട്. മൂപ്പര് വിളിച്ചാൽ തന്നെ അപ്പൊ തന്നെ നമുക്ക് 24 മണിക്കൂർ സേവനം ഉണ്ട് നമുക്ക് ഡോക്ടർ. അപ്പൊ നമുക്ക് ഡോക്ടർ എന്തായാലും നമുക്ക് ഉണ്ട്. അപ്പൊ മൂപ്പര് വന്നിട്ട് നമ്മൾ ബ്ലഡ് എടുത്ത് നമ്മളെ ഒറ്റപ്പാലം നമ്മളെ ഹോസ്പിറ്റലുണ്ട്, നമുക്ക് ഫ്രീ ആണ് ബ്ലഡ് എല്ലാം ചെക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അവിടെ പോയി ബ്ലഡ് ചെക്ക് ചെയ്ത് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ട വാക്സിനേഷനുകൾ നമ്മൾ ചെയ്യാറ്. കേട്ടുള്ളൂ. അപ്പൊ ഹൈബ്രിഡ് ആക്കി എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ആദ്യം കൊണ്ടത് പശു ഇതിലേതെങ്കിലും ഉണ്ടോ? ആദ്യം കൊടുന്നത് പറഞ്ഞു വെച്ചാൽ നമ്മൾ ഇതെല്ലാം നമ്മൾ ആദ്യം കൊടുന്ന പശുവാണ്. ഈ പശു എല്ലാം ആദ്യം കൊടുന്നതാണ്. നമ്മള് ഹൈബ്രിഡിലേക്ക് നമ്മൾ ആദ്യം കൊടുക്കുന്ന നമ്മളെ വീട്ടിലുണ്ട് ഒരു 10-15 പശുക്കൾ വേറെ ഉണ്ട്. വീട്ടിലും ഫാം ഉണ്ട് നമുക്ക് വേറെ ഉണ്ട്. അത് ക്രോസ് ബ്രീഡിനെ നമ്മളെ വീട്ടിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് നമ്മൾ സെയിൽ ചെയ്തു കാര്യങ്ങൾ. എന്നിട്ട് പിന്നെ ഇപ്പൊ അധികം ഹൈബ്രിഡിലേക്ക് മാറ്റിയാണ് ചെയ്തത്. ക്രോസ് ബ്രീഡ് നമ്മള് ഫുള്ളായിട്ടാണ്ട് ഒഴിവാക്കിയിട്ടില്ല. എന്താന്ന് പറയുക, നമ്മൾ പാലിനൊന്നുകൂടി കട്ടി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ലോക്കൽ സെയിൽ ചെയ്യുന്നുണ്ടല്ലോ കുറച്ച്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ വെച്ചിട്ട് ഫുള്ളായിട്ട് ഒഴിവാക്കില്ല, കൂടുതൽ ഹൈബ്രിഡിലേക്ക് മാറി. ഇതല്ലാതെ അതിന് ശേഷം മേടിച്ച പശുക്കളാണ്. ഇതെല്ലാം അതിന് ശേഷം മേടിച്ച പശുക്കളാണ്. എത്ര നാളായിട്ടാണ് തുടങ്ങിയെന്ന് പറഞ്ഞില്ല, ഞാൻ ചോദിച്ചില്ല. എത്ര നാളായിട്ടാണ് പശു വളർത്തുന്നത്? നമ്മള് കുടുംബ പരമ്പരയായിട്ട് തന്നെ നമ്മൾ പശു ഫീൽഡിലാണ് നമ്മൾ ഫസ്റ്റ് വന്നത്. നമ്മളെ അച്ഛനപ്പന്മാരായിട്ട് തന്നെ പശുക്കളാണ്. കുറെ വീട്ടിൽ എപ്പോഴും പശുക്കളുണ്ടാവും, 10-20 പശുക്കൾ എപ്പോഴും ഉണ്ടാവും. അതാ പണ്ട് നമ്മൾ അറിയാലോ ചെറിയ ചെറിയ പശുക്കളാണ് ഉണ്ടായിരുന്നത്, നാടൻ പശുക്കള്. അവര് ഉരി നാഴി അങ്ങനെ പണ്ട് 5 നാഴി 6 നാഴി പണ്ടത്തെ വലിയ പശുക്കൾ ഉണ്ടായിരുന്നു. അതിലേന്ന് അവര് തലമുറ മാറിയപ്പോ ഞങ്ങളായിട്ട് പിന്നെ ഘട്ടം ഘട്ടമായിട്ട് ജേഴ്സിയിലേക്ക് മാറി. ജേഴ്സിയിലേക്ക് മാറിയിട്ട് പിന്നെ അവിടുന്ന് നമുക്ക് പിന്നെ ഇതിന്റെ ബെനിഫിറ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഹൈബ്രിഡിലേക്ക് മെല്ലെ അങ്ങനെ എടുത്തു വെച്ചത്. അതിന്റെ മാറി. അപ്പൊ ഈ പശുവിന്റെ പാല് വിറ്റ് വാങ്ങിച്ച പശു ഏതെങ്കിലും ഉണ്ടോ ഇവിടെ? നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്മൾ 5 പശുക്കളാണ് ഹൈബ്രിഡിനെ ഇറക്കിയത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓരോന്നായിട്ട് വാടിച്ചതാണ്. നമ്മളിപ്പോ ഈ പശുവിനൊക്കെ നമ്മളിപ്പോ മേടിച്ചു കൊടുത്തിട്ടുള്ളൂ. ഈ പശു ഈ പശുവിനെ മേടിച്ചതാണ്. ഇതൊക്കെ ഇപ്പൊ നമ്മൾ ഓരോ ഘട്ടമായിട്ട് നമ്മൾ മേടിച്ചു കൊടുക്കുന്നതാണ്. ഉണ്ടല്ലോ. നമുക്കിപ്പോ ആദ്യം വാങ്ങിയ പശുവിന് നമ്മളിപ്പോ കഷ്ടിച്ച ഒരു കൊല്ലായി നമ്മൾ മേടിച്ചിട്ട് ഇപ്പൊ 7 മാസം ചെനയാണ്. ഇപ്പോഴും നമുക്കൊരു 20 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. അതെ, നമുക്ക് 28 ലിറ്റർ കറന്ന പശുവാണ്. നമുക്ക് 20 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. പാല് ഇപ്പോഴും കമ്മിയാവുന്നില്ല. ഇനിയിപ്പോ നമ്മൾ ഒരു മാസം കൂടിയും കഴിഞ്ഞ് നമ്മൾ പാല് നിർത്താനുള്ള മെഡിസിൻ കൊടുക്കണം. അതിന് കറവ് നിർത്താൻ മെഡിസിൻ കൊടുക്കും. കറവ് നിർത്താൻ ബുദ്ധിമുട്ട്. അതാണ് ഹൈബ്രിഡിന്റെ ഗുണം. കറവ് നിർത്തണം നമ്മള് എന്തായാലും. അപ്പൊ നമ്മൾ 2 വർഷം നീണ്ട കറവയാനും കറക്കാൻ പറ്റും നിങ്ങൾക്ക്? ഒരു കുഴപ്പമില്ല നമുക്ക്. അപ്പൊ ആദ്യം കൊണ്ടുവന്ന പശു കന്നിക്കറവയായിരുന്നോ അതോ 2ാം പ്രസവമായിരുന്നോ? അല്ല, നമ്മൾ 2ാം പ്രസവം എടുത്ത് 2ഉം 3ഉം പ്രസവം എടുത്ത് നമുക്ക് ആദ്യം കൊടുത്തത്. നമ്മൾ എന്താ വെച്ചാൽ നമുക്ക് എങ്ങനെയെന്ന് അറിയില്ലല്ലോ. നമ്മൾ കന്നി പ്രസവത്തിൽ നമുക്ക് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് 30 ലിറ്റർ കിട്ടും, 25 കിട്ടും. നമുക്ക് അറിയില്ല. ഫസ്റ്റ് നമുക്ക് ഇത്ര കിട്ടും നമുക്ക് അറിയില്ല. അപ്പൊ നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ 2ാം പ്രസവവും 3ാം പ്രസവവും മാത്രമാണ് എടുത്തത്. അപ്പൊ നമുക്ക് കൊടുന്നപ്പോ തന്നെ നമുക്കത് പറയുന്നത് കറക്റ്റ് ആണെന്ന് തോന്നി. നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് 25+ ആണ് കിട്ടിയായിരുന്നത് പശുക്കൾക്ക്. 25+ ആണ് നമുക്ക് പശുക്കൾക്ക് ആദ്യം കിട്ടിയായിരുന്നത്. പിന്നെ നമുക്ക് 3ാം പ്രസവം നമുക്കൊരു 30ന്റെ അടുത്ത് വരെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇവിടുത്തെ ഒരു പശു ഇപ്പൊ 28-29 ലിറ്റർ വരെ കറക്കുന്നുണ്ട് നമുക്ക്. ഏറ്റവും കൂടുതൽ പാലുൽപാദന പശുവാണ്. അതെ 29 ലിറ്ററോളം കറക്കുന്നുണ്ട്. ഫസ്റ്റ്
ഈ പശുവൊക്കെ നമുക്ക് 28 ലിറ്ററിന്റെ അടുത്ത് കറക്കുന്നുണ്ട്. രണ്ടു നേരം കൂടി 28 ലിറ്ററോളം കറക്കുന്നുണ്ട്. അതായത് അതുപോലെ തന്നെ ഈ പശു ഇത് തേർഡ് ലേറ്റസ്റ്റ് ആണ്. ഇതും കറക്കുന്നുണ്ട് നമുക്ക് 28 ലിറ്ററോളം കറക്കുന്നുണ്ട്. കിട്ടും. ഫുഡ് കാര്യങ്ങൾ മെയിൻ്റെനൻസ് കറക്റ്റ് ആയിട്ട് ചെയ്യണം. ഇവര് നമുക്ക് എന്താ വെച്ചിട്ടാ നമ്മള് ജേഴ്സി പശുവിന് നോക്കണം, അതിന് നോക്കാൻ പറ്റില്ല. കെയറിങ് എപ്പോഴും വേണം. പക്ഷെ നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് അവർ അതിനനുസരിച്ച് തരുന്നുണ്ട്. നമ്മള് കൊടുക്കണേന്റെ അതിന്റെ 2 ഇരട്ടി തരുന്നുണ്ട് നമുക്ക്. അത് എന്തായാലും നമുക്ക് തരും. അതന്നെ. അല്ലെങ്കിൽ നമുക്ക് ഈ ഇത്രയും നമ്മൾ പശുക്കളെ നിർത്തില്ലല്ലോ നമ്മള്. അതെ, ഹാപ്പിയാണ്. ഈ സൈഡില് ഇപ്പൊ നാടൻ ക്രോസ് ഇനത്തിൽപ്പെട്ട പശുക്കളാണുള്ളത്. ഇന്ത്യൻ ജനസിൽപ്പെട്ട പശു അല്ലെ? ഇത് സഹിവാളാണ്. ഇപ്പൊ ഇവളുടെ മകളാണ് ഇത് നിക്കുന്നത്. ഇവളെ മകളാണ് ഇത് നിക്കുന്നത്. ഇപ്പൊ ഇവള് ചെനയിലാണ്. കുത്തിവെച്ച് ഇവളെ നമ്മളെന്താ വെച്ചിട്ടാ കൊടുന്നിട്ട് നീണ്ട കറവ കറന്നു. നീണ്ട ഒരു വർഷത്തോളം നമ്മൾ കറന്നു ഇതിനെ കുത്തിവെക്കാതെ. ഇപ്പോഴാണ് കുത്തിവെച്ച് നമുക്ക് ഇവള് സെക്കൻഡ് ലാക്ടേഷൻ ആണ്. ഇവള് നമുക്ക് 18 ലിറ്റർ ഫസ്റ്റ് കറവയിൽ തന്നെ കിട്ടി. നല്ല കൊഴുപ്പുള്ള പാലാണ്. നമുക്ക് സൊസൈറ്റിയിൽ തന്നെ 55 രൂപ റേറ്റ് ഇട്ട് തന്നിട്ടുണ്ട്. നമുക്ക് റേറ്റ് നല്ലോണം കിട്ടും. ഇപ്പൊ അവൾക്ക് ഞാൻ മരുന്ന് കൊടുത്ത് നമ്മള് കുത്തിവെച്ചു. നമ്മള് ചെന പിടിക്കാൻ വേണ്ടി ഹോർമോണും കാര്യങ്ങളെല്ലാം കയറ്റി, എന്നിട്ടാണ് ചെന പിടിച്ചത്. കാര്യങ്ങൾ ഇത് രണ്ടാമത്തെ പ്രസവമാണ്. ഇത് ഫസ്റ്റ് ലാക്ടേഷന്റെ കുട്ടിയാണ്. ഇനിയിപ്പോ രണ്ടാമത്തെ പ്രസവം വരുന്നു. കുത്തിവെച്ചിട്ടുള്ളൂ. ഈ പശുവിനെ എവിടെ നിന്ന് എടുത്തേനെ? ഇത് നമ്മളൊരു സുഹൃത്തുണ്ട്. ഇത് നമ്മളൊരു സുഹൃത്തുണ്ട്. നമ്മളൊരു പൊന്നാനിയുള്ള ഒരു തിരുമേനി ഉണ്ട്. അയാളെ നിന്ന് എടുത്താണ്. നമ്മളിത് എടുത്താണ്. നമ്മള് രാമചന്ദ്രേട്ടൻ പറയും. മൂപ്പരേന്ന് നമ്മൾ എടുത്താണ് ഈ സംഗതി. ഇത് നമ്മൾ 1.25 നമ്മൾ എടുത്ത പശുവാണ്. അതിനുള്ള പാല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിനുള്ള പാല് കിട്ടിയിട്ടുണ്ട്. അതിനുള്ള ക്വാളിറ്റി നോക്കി എടുത്ത പശുവാണ് നമ്മള്. ഇണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഈ പശുവിന്റെ പ്രത്യേകത വേറൊരു പ്രശ്നം, ചെന പിടിച്ചു കഴിഞ്ഞാൽ പശു കറക്കാൻ സമ്മതിക്കില്ല. ചവിട്ടും. ചെന പിടിച്ചു കഴിഞ്ഞാൽ ചവിട്ടും. അതാണ് ഇതിന്റെ ലക്ഷണം എന്ന് പറയാ. നിങ്ങൾക്ക് പിന്നെ കുട്ടികളോട് പ്രത്യേകിച്ച് താല്പര്യമുണ്ട്, അതുകൊണ്ട് അതന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ്. കുട്ടികളെ നല്ല കെയർ ചെയ്യും നമ്മള്. കുട്ടികളെ നമ്മൾ എന്തെങ്കിലും അവരെ എന്തെങ്കിലും ചെയ്യാൻ ഉപദ്രവിക്കാൻ പോവോ കാര്യങ്ങൾ ഇതാവോ എന്ന് വിചാരിച്ചിട്ട് അവരെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തേക്ക് ഓടി വരും പെട്ടെന്ന്. അപ്പൊ ഇവിടെ എത്ര കന്നിപ്പശുക്കളുണ്ട്? നമ്മൾ ഇവിടെ ഇപ്പൊ ഒരു 9ഓളം കന്നിപ്പശുക്കളുണ്ട് നമുക്ക്. അപ്പൊ എത്ര ചെനപ്പശുക്കളുണ്ട്? ചെനപ്പശുക്കൾ ഇപ്പൊ ഏകദേശം 1 2 5ഓളം ചെനപ്പശുക്കളുണ്ട്. ശരിക്കും പറഞ്ഞ റൊട്ടേഷൻ ആയിരിക്കും. ഇതിപ്പോ കറക്കുന്നതാണെങ്കിൽ അടുത്തത് ചനയില് അങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചില ആൾക്കാർ നമ്മളെ പശുക്കളെ എടുത്തു കൊണ്ടുപോകാറുണ്ട്. നമ്മളെ കറവ് കണ്ടിട്ട് ചിലവർ എടുത്തു കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അങ്ങനെ റൊട്ടേഷൻ ആയി ഇങ്ങനെ വരും. അത് കന്യത് പ്രസവിച്ചിട്ട് ഇപ്പൊ 2 ദിവസം ആയിട്ടുള്ളൂ. കറക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ തന്നെ രാവിലെ 11 ലിറ്ററോളം പാലുണ്ട്, വൈകുന്നേരത്ത് 10 ഉണ്ട്. ചെറിയൊരു കാര്യം ചോദിച്ചു, കന്നി പശുക്കളെ എന്താ പറയാ ആദ്യം കറക്കാൻ ബുദ്ധിമുട്ടാന്ന് പറയും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെയുള്ള ക്രോസ് ബ്രീഡ് ആകുമ്പോൾ വരും. പക്ഷെ ഇതാകുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഹൈബ്രിഡിലേക്ക് നമുക്ക് വന്നപ്പോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവർക്ക് കുട്ടികളെ ആവശ്യമില്ല. ശരിയാണ്, ഇതിന് ഹൈബ്രിഡിന് കുട്ടികളെ ആവശ്യമില്ല. അവർക്ക് അല്ലാതെ തന്നെ മെഷീൻ കറവയാണ്. പിന്നെ കൂടുതൽ ബ്ലാക്ക് മെജോറിറ്റി ഉള്ള പശുക്കളാണ് ഇവിടെ ഉള്ളത്. ബ്ലാക്ക് ആകുമ്പോൾ നമുക്ക് പ്രതിരോധ ശക്തി കുറച്ച് കൂടുതലാണെന്ന് എല്ലാരും പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ബ്ലാക്കിലേക്ക് അധികം മാറുന്നത്. പക്ഷെ നമ്മളെ അനുഭവം അങ്ങനെയാണ്. ബ്ലാക്കിലേക്ക് കൂടുതലും ബ്ലാക്കുള്ള പശുക്കൾ നമുക്ക് അധികം പ്രതിരോധ ശക്തി ഉണ്ട്. പക്ഷെ അങ്ങനെ വന്നിട്ട് ടയേർഡും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല, നമുക്ക് വന്നിട്ടില്ല. നമ്മളെ ചിലവര് പറയുന്നതൊക്കെ വന്നുകൊണ്ട് തന്നെ പശു കടക്കുകയാണ്, നീക്കുകയാണ്, അത്രയും ദൂരം നമ്മൾ വരുന്നതല്ലേ. പക്ഷെ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. തീറ്റ മടിപ്പ് അങ്ങനൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഇവിടെ പശുക്കൾക്ക് തീറ്റ കൊടുക്കാൻ പോവാണ്. ഇത് ചെറിയ പെല്ലറ്റ് ആണ്. നമ്മളെ ശാന്തിയുടെ അൾട്ടിമ പ്ലസ് ആണ് നമ്മൾ കൊടുക്കാറ്. ഒരു പ്രസവിച്ച പശുവിന് നമ്മൾ ഒരു നേരം ഒരു 4 കിലോ പല്ലറ്റ് കൊടുക്കും. പിന്നെ നമ്മൾ പരുത്തിക്കൊട്ടത് 250 ഗ്രാം കൊടുക്കും. പിന്നെ ചോളം നെയ്സ് പൊടിയുണ്ട്, മാവ്, അതൊരു 250. പിന്നെ 2 കിലോ നമ്മള് ഗോതമ്പ് തവിട്, അങ്ങനെയാണ് നമ്മൾ കൊടുക്കാറ്. ഒരു 25 പാല് കിട്ടുന്ന പശുക്കൾക്ക് നമ്മൾ ഇത്രേ കൊടുക്കാറുള്ളൂ. 2 നേരം കൂടി 8 കിലോ പല്ലറ്റ് വരും. പിന്നെ തവിട് പിന്നെ 4 കിലോ വരും. പിന്നെ നമ്മൾ ഈ ഒരു കഷ്ടിച്ച് എല്ലാം പാടം കൂടിയിട്ട് 1 കിലോ മറ്റേത് വരുന്നുള്ളൂ. കാൽസ്യം ഒഴിച്ചിട്ടുണ്ട്. മിനറൽ മിക്സ്, കാൽസ്യം കാര്യങ്ങളൊക്കെ ഒഴിക്കലുണ്ട്. നമുക്ക് ഏകദേശം ഒരു ചെലവ് എന്തോരം വരും? നമുക്ക് ഒരു ദിവസം ഒരു 350 രൂപ ചെലവ് വരും. ഒരു പശു 350 രൂപ ചെലവ് വരും.
നമ്മൾ സൈലേജ് പിന്നെ ഒരു നേരം നമ്മൾ ഒരു 5 കിലോ സൈലേജ് കൊടുക്കുന്നുണ്ട്. സൈലേജ് സൈലേജ് നമ്മൾ സൈലേജ് ആണ് അധികം കൊടുക്കുന്നത്. പുല്ലല്ല, പുല്ല് നമ്മൾ ആയിട്ടില്ല. നമ്മളിപ്പോ പുതിയ നമ്മൾ സ്ഥലം എടുത്താണ്, പുല്ലായിട്ടില്ല. നമ്മൾ പുല്ല് ഇപ്പൊ സൈലേജ് ആണ് ഒരു 5 കിലോ കൊടുക്കുന്നത്. രാവിലെ ഒരു 5 കിലോ 10 കിലോ കൊടുക്കുന്നുണ്ട് 2 നേരം കൂടി. നമ്മുടെ ജോലിയൊക്കെ എളുപ്പമാക്കാൻ വേണ്ടി സൈലേജ് ആയിരിക്കും കൂടുതൽ ബെറ്റർ അല്ലേ? സൈലേജ് ബെറ്റർ. പിന്നെ പശുക്കൾക്ക് ഒന്നും കൂടി എന്റെ ഒരു അഭിപ്രായത്തില് പാലുൽപാദനം കൂടാൻ സൈലേജ് ആണ് ഏറ്റവും നല്ലത്. നമ്മൾ കോൺ സൈലേജ് ആണ് കൊടുക്കുന്നത്. നമ്മൾ പുല്ലിനെക്കാട്ടി നമുക്ക് ബെനിഫിറ്റ് തോന്നിയത് സൈലേജിലേക്ക് തന്നെയാണ്. സൈലേജിൽ നല്ല പാലുൽപാദനം കൂടുതലുണ്ട്. പുല്ല് കൊടുക്കണേക്കാട്ടി നമുക്ക് ഒന്നും കൂടി ഫാറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ചോളത്തിന്റെ കണ്ടന്റ് വരുന്തോറും നമുക്ക് ഫാറ്റും കാര്യങ്ങളും വരുന്നുണ്ട് നമ്മൾ സൈലേജ് കൊടുത്തപ്പോ. അതിനു മുമ്പ് പുല്ല് കൊടുത്തപ്പോ അത്ര ഇതല്ലായിരിക്കും. പുല്ല് കൊടുത്തപ്പോ നമ്മള് പാലുൽപാദനം ഏകദേശം ശരാശരി ഉണ്ട്, പക്ഷെ ഫാറ്റിന്റെ കാര്യത്തിൽ വ്യത്യാസം വരും. വാട്ടർ കണ്ടന്റ് കൂടുകയാണ് പുല്ലില്. അപ്പൊ നമ്മള് സൊസൈറ്റിയിൽ നമുക്ക് 45 കിട്ടിയായിരുന്നു 41 വരാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ സൈലേജിലേക്ക് തന്നെ മാറി. പിന്നെ അപ്പൊ സൈലേജ് കൊടുക്കാൻ എത്ര നാളായി? സൈലേജ് കൊടുക്കാൻ നമ്മൾ നമ്മളൊരു 2-3 കൊല്ലമായി. നമ്മൾ ആദ്യം നമുക്ക് മറ്റേ പശുക്കൾ ഉണ്ടായിരുന്നല്ലോ, നമ്മൾ ആദ്യം നമ്മൾ പുല്ല് തന്നെ കൊടുത്തായിരുന്നു. പിന്നെ നമ്മൾ ഓരോരുത്തരുടെ കർഷകരുടെ അഭിപ്രായങ്ങൾ നമ്മൾ ഓരോ നമ്മൾ അവരുടെ അനുഭവത്തിലൂടെ പറയുമ്പോൾ അപ്പൊ നമ്മൾ അങ്ങനെ പരീക്ഷിച്ചപ്പോ സൈലേജിക്കൽ തന്നെ ഫുള്ള് മാറി. ഒരേപോലെ നിൽക്കുമല്ലേ, ചേഞ്ച് വരുത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ചേഞ്ച് നമ്മൾ ഓരോ കർഷകരുടെ അഭിപ്രായങ്ങൾ തേടിയിട്ട് നമ്മൾ ഓരോരോ നമ്മൾ എങ്ങനെയൊക്കെ ആ ഫാം ലാഭത്തിലാക്കാന്നുള്ള ഒരു ചിന്താഗതിയിൽ നമ്മൾ കുറച്ച് ചേഞ്ച് വരുത്താൻ തുടങ്ങി കാര്യങ്ങള് നമുക്ക്. അതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റിലേക്ക് വരുന്നുണ്ട്. അപ്പൊ ഇതിങ്ങനെ വെറുതെ വെച്ച് കൊടുക്കുവാണോ? അല്ല, നമ്മൾ ചെറുതായിട്ട് വെള്ളം നമ്മൾ മിക്സ് ചെയ്ത് നമ്മൾ പുട്ട് നമ്മൾ കുഴക്കില്ലേ, ആ രൂപത്തിലാക്കിയിട്ട് നമ്മൾ കൊടുക്കാറ്. നമ്മൾക്ക് അങ്ങനെ കൊടുക്കുമ്പോ എന്താ വെച്ചാൽ പശുക്കൾക്ക് നമ്മൾ ചാണകത്തിലൂടെ അതിന്റെ കണ്ടന്റ് തീറ്റയുടെ വേസ്റ്റ് ആയി വരില്ല. അവർക്ക് യഥാർത്ഥ ദഹനങ്ങൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും. നല്ല കട്ടായി ചാണകം പോകും. അപ്പൊ അത് അങ്ങനെ ഒരു ഗുണം കൂടി ഉണ്ട്. അപ്പൊ ചാണകം ചേട്ടൻ പറഞ്ഞ പോലെ ചാണകം നല്ല മുറുകിയാണ് പോയേക്കണത്. അതെ, നല്ല മുറുകി പോവും. നമുക്ക് അങ്ങനെയുള്ള നമ്മള് സ്മെല്ലും കാര്യങ്ങളൊന്നും ഇല്ല. നല്ല ദഹനം നല്ല ഉണ്ട് പശുക്കൾക്ക്. അങ്ങനെ കാര്യങ്ങൾ നല്ല ഉറച്ച് ചാണകമായി പോവും. നമ്മൾ ഇങ്ങനെ കൊടുക്കണോണ്ട്, ഒരു പുട്ട് രൂപത്തിൽ കൊടുക്കണോണ്ട്. പിന്നെ നമ്മൾ വെള്ളം പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് സെപ്പറേറ്റ് ഓട്ടോമാറ്റിക് വാട്ടർ സിസ്റ്റം ഉണ്ടായതുകൊണ്ട് അവർക്ക് അങ്ങനെ കഴിക്കും. പിന്നെ അവർ തീറ്റ ഒരിക്കലും വേസ്റ്റ് ആക്കില്ല. നമ്മൾ നന്നായിട്ട് നല്ല തീറ്റ നല്ല നമ്മളെ ആർത്തിയോടെ കഴിക്കും. അങ്ങനെ ഒരു കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് തീറ്റ എത്ര മണിക്ക് കൊടുക്കുന്നത്? നമ്മളിപ്പോ സ്റ്റാർട്ടിങ് ഇപ്പൊ 2:50 ഈ ടൈമിലാണ് നമ്മൾ തീറ്റ കൊടുക്കുക. രാവിലെ നമ്മള് പണി നമ്മളൊരു 2 മണിക്ക് തുടങ്ങും. നമ്മളൊരു 3-3:30 ആകുമ്പോഴേക്ക് തീറ്റ എല്ലാം കൊടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും. അല്ല, നമ്മൾ സ്റ്റാർട്ടിങ് മുന്നേ നമ്മള് സുപ്രീമാ കൊടുത്തായിരുന്നു. സുപ്രീം നമ്മൾ കൊടുത്തിട്ട് നമ്മൾ ഓരോ മാറ്റങ്ങൾ വരുത്തുന്നതിനനുസരിച്ച് ഞങ്ങൾ ഇതിലേക്ക് മാറിയതാണ്. സോ പലരും പല അഭിപ്രായങ്ങൾ പറയുമ്പോൾ അപ്പൊ നമ്മളിങ്ങനെ മാറി ചിന്തിച്ചത് അങ്ങനെ ചെയ്തതാണ്. അപ്പൊ ഇപ്പൊ ചെന പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, നമ്മൾ ഇതിലേക്ക് മാറ്റിയപ്പോൾ നമുക്ക് ചെനയുടെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും വരുന്നില്ല. മുന്നേ നമ്മൾ കൊടുക്കുമ്പോൾ ചെന പിടിക്കാത്തതിന്റെ ബുദ്ധിമുട്ടും പശുവിന്റെ ഹെൽത്തിയുടെ വ്യത്യാസമുണ്ട്. പശു ക്ഷീണിച്ചു വരുന്ന മാതിരിയൊക്കെ നമുക്ക് തോന്നിയായിരുന്നു. അതന്നെ പയ്യെ ക്ഷീണിച്ചു വരുന്ന മാതിരി തോന്നിയാണ്. പക്ഷെ ഇത് നമ്മൾ കൊടുക്കാൻ തുടങ്ങിയപ്പോ നമുക്ക് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല. നമുക്ക് ഈ സമയത്ത് ചൂട് കൂടുതലാണ്, പ്രത്യേകിച്ച് ഇത് പാലക്കാട് ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഈ പശുക്കളെ ചൂടിൽ നിന്ന് രക്ഷിക്കുന്നത്? നമ്മള് ചൂടിൽ നിന്ന് രക്ഷിക്കാൻ നമ്മൾ ഫോഗർ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അതിന്റെ അതുകൊണ്ട് നമുക്ക് ചൂടിനെ കുറച്ചൊരു കമ്മിയാക്കാം കാര്യങ്ങള്. ഈ പശുക്കളിൽ നിന്ന് ഫോഗർ നമ്മള് ഒരു 1 മണിക്കൂർ ഇടവിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഇപ്പൊ കൂളിംഗ് ആയി. നമ്മൾ രാവിലെ ഒരു 10 മണി തൊട്ടിട്ട് നമ്മൾ ഫോഗർ ഓൺ ചെയ്യും. ഓൺ ചെയ്തിട്ടില്ല, ഫോഗർ ഓൺ ചെയ്ത ശേഷം നമ്മളൊരു 1 മണിക്കൂർ ഇടവിട്ട് ഒരു 3 മണി വരെ ഫോഗർ ഓൺ ആക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്യും. ഇത് കഴിഞ്ഞ് നമ്മൾ തീറ്റ എല്ലാം കൊടുക്കൽ കഴിഞ്ഞ് കുറച്ച് നേരം നമ്മൾ ഒരു 1.5 മണിക്കൂർ വരെ ഫോഗർ പിന്നെ ഓൺ ചെയ്യും, ഈ ചൂടിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. ഈ ചൂടായതുകൊണ്ട് പശുക്കൾക്ക് നമുക്ക് ഏവറേജ് ഒരു 2 ലിറ്ററോളം ഓരോ പശുവിന് കമ്മിയുണ്ട്. പാലിന്റെ ഉൽപാദനത്തിൽ കമ്മിയുണ്ട് ചൂടിന്റെ കാര്യങ്ങളായിട്ട്. അപ്പൊ എങ്ങനെയാണ് അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? നമ്മള് പശുക്കളെ അധികം നമ്മൾ കൂളാക്കി നിർത്തും. പിന്നെ അത്യാവശ്യത്തിന് നല്ല വെള്ളം കുടിക്കാൻ കൊടുക്കും. ഫുൾ ടൈം നല്ല വെള്ളം കുടിക്കാൻ കൊടുക്കും. പിന്നെ ഫോഗറും കാര്യങ്ങളും ഫുൾ ടൈം ഫാൻ ഇടും. നമ്മള് ഫാൻ ഫുൾ ടൈം ഇട്ടുകൊണ്ട് പിന്നെ കാര്യങ്ങളാണ്ട് പശുക്കൾക്ക് അധികം അവർക്ക് അങ്ങോട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല എന്ന് വെക്കുക. ഫാം കുറച്ച് ഹൈറ്റ് ഉണ്ട്, കാറ്റ് എയർ പാസ് ചെയ്ത് പോകുന്നതുകൊണ്ട് അധികം ചൂടിന് നമുക്ക് ഇതാക്കാം. അപ്പൊ തീറ്റ വെക്കാനായിട്ട് സെപ്പറേറ്റ് ഷെഡ് ഇവിടെ പണിതിട്ടുണ്ട്. അതാ ഇവിടെ കേട്ടോ. ഇപ്പൊ ഇത് ശാന്തിയുടെ പെല്ലറ്റ് അല്ലേ? ശാന്തിയുടെ അൾട്ടിമ പ്ലസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പരുത്തി പിണ്ണാക്ക് കൊടുക്കുന്നുണ്ട്. പിന്നെ ഗോതമ്പ് തവിട്. ഇത് നമ്മള് സുഹൃത്തുണ്ട് ഷിയാബ് എന്ന് പറഞ്ഞിട്ട്, എന്താണ് SAM നമ്മള് ഇവിടെ ഉണ്ട് മുതുകുർഷി
ഓക്കെ അറിയാം. നമ്മൾ അവനെയാണ് നമ്മൾ ആദ്യം മുതലേ ചെയ്യുന്ന ഞങ്ങള് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതെ 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 ആ ചേട്ടന്റെ മുതുകൃഷിയുള്ള അതായത് അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് പോലെയല്ലേ? അതന്നെ 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 അവൻ നമുക്ക് വീക്കെൻഡ് നമുക്ക് ഇവിടെ കൊടുന്ന് ഇറക്കി തരും. അതുകൊണ്ട് നമുക്ക് പിന്നെ വലിയ പ്രശ്നങ്ങളില്ല. 365 ദിവസം 365 ദിവസം അവര് നമുക്ക് സപ്ലൈ ഉണ്ട്. നമ്മുടെ ഫ്രണ്ടാണ് അവൻ ഷിയാബ്. അപ്പൊ 365 ദിവസം അവർ സപ്ലൈ ഉണ്ട്. നമുക്ക് എന്താ വെച്ചിട്ടാ കർഷകർക്ക് ഏറ്റവും ഗുണം എന്താണെന്നറിയോ? 10 ദിവസം കൂടുന്നു വരുമ്പോ നമുക്ക് അധികം മേത്തട്ടില്ല, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അവർക്ക് പേയ്മെന്റ് 10 ദിവസം കൂടുമ്പോൾ നമുക്ക് റൊട്ടേഷൻ ആയി പോവുകയും ചെയ്യും. നമുക്ക് അവർ കറക്റ്റ് നമുക്ക് കൊടുന്നു തരും ചെയ്യുന്നുണ്ട്. നമുക്ക് തീറ്റയുടെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് തീറ്റയുടെ ലഭ്യതയുടെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് പ്രശ്നം വരുന്നില്ല. അവർ കറക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഫാമിക്കും നമ്മളെ വീട്ടിലൊരു ഫാമും കൂടി ഉണ്ട്. അതിലേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് അവർ കൊടുന്നു തരുന്നുണ്ട്. 10 ദിവസം കൂടെ നമ്മുടെ സൊസൈറ്റിയിൽ നമുക്ക് പേയ്മെന്റ് കിട്ടുന്നത് നമ്മൾ ക്ലോസ് ചെയ്ത് പോകുകൊണ്ട് നമുക്ക് ഫാമുകാർക്കൊരു ബുദ്ധിമുട്ട് വരില്ല, നമുക്ക് കാര്യങ്ങൾ വരില്ല. എത്രത്തോളം തീറ്റ എടുക്കും 10 ദിവസത്തിന് നമ്മളൊരു 15 ചാക്ക് പല്ലറ്റ് എടുക്കും. നമ്മളൊരു ചാക്ക് നമ്മള് പരുത്തിക്കൊട്ട എടുക്കും. ഒരു 6 ചാക്കോളം നമ്മള് ഗോതമ്പ് തവിടുന്നുണ്ട്. പിന്നെ ഇത് നമ്മള് എരുമകൾക്ക് കൊടുക്കുന്നതാണ്. അവിടെ എരുമയിലോ കണ്ടില്ലേ, മിക്സഡ് തീറ്റയാണ്. ബിയർ വേസ്റ്റ് പറയുന്ന മിക്സഡ് തീറ്റ. ഇത് മാത്രമാണോ കൊടുക്കുന്നത്? ഇത് മിക്സഡ് തീറ്റ നമ്മള് അല്ല, ഈ പല്ലറ്റും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതതില് കുറച്ച് ഇട്ട് കൊടുക്കുന്നു മാത്രം. നമ്മള് ചെന പശുക്കൾക്ക് നമ്മൾ മിക്സഡ് തീറ്റ കൊടുക്കുന്നുണ്ട്. പെറ്റ പശുക്കൾക്ക് കൊടുക്കുന്നില്ല. ചെനുള്ള പശുക്കൾക്ക് നമ്മൾ മിക്സർ തീറ്റ പല്ലറ്റിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ എക്സ്പെൻസ് ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ടോട്ടൽ എത്രത്തോളം പാലുൽപാദനം ഉണ്ട്? ഇപ്പൊ നമുക്കൊരു 215 ലിറ്ററോളം നമ്മൾ പാലുൽപാദനം ഉണ്ട്. വിൽപ്പന നമ്മൾ കുറച്ച് ലോക്കൽ സെയിൽ ചെയ്യുന്നുണ്ട്. സൊസൈറ്റിയിൽ നമ്മൾ ഒരു ആവറേജ് ഒരു 200-ന്റെ ഉള്ളിൽ കൊടുക്കുന്നുണ്ട്. ഒരു 50 ലിറ്ററിന്റെ ഉള്ളിലാണ് നമ്മൾ ലോക്കൽ സെയിൽ ചെയ്യുന്നുള്ളൂ. ഇവിടെ നമുക്കൊരു 215-ന്റെ അടുത്ത് നമുക്ക് 2 നേരം കൂടി കിട്ടുന്നുണ്ട്. നമുക്ക് ടോട്ടൽ 250 ലിറ്ററോളം നമുക്ക് ഇപ്പൊ പ്രൊഡക്ഷൻ ഉണ്ട്. നമ്മളെ മറ്റേ ഫാമത്തിൽ കൂടി നോക്കിയിട്ട് 250-ന്റെ പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ അധികം നമ്മള് സൊസൈറ്റിയിലാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് സൊസൈറ്റി സെലക്ട് ചെയ്തത്? സൊസൈറ്റി സെലക്ട് ചെയ്ത് നമുക്ക് 10 ദിവസം കൂടും പേയ്മെന്റ് കിട്ടും നമുക്ക്. അതുകൊണ്ട് നമുക്ക് ഈ തീറ്റ ചെലവ് കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. സൊസൈറ്റിയിൽ കൊടുക്കുകൊണ്ട് നമുക്ക് ആവറേജ് പോകുന്നു. സൊസൈറ്റിയിൽ നമുക്ക് 43-45 ആ റേഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. 45 രൂപകളുടെ ഉള്ളിലാണ് നമുക്ക് രാവിലെ എല്ലാം കിട്ടുന്നത്. പക്ഷെ അതുകൊണ്ട് നമുക്ക് ആവറേജ് പിടിച്ചു നിന്ന് പോവാം. വേറൊന്നും കൊണ്ടല്ലേ, നിങ്ങൾക്ക് ഇപ്പൊ പാല് കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റണം. അല്ലെങ്കിൽ നാടകത്തിലാകുമ്പോൾ നമുക്ക് പിടിച്ചു നിന്ന് പോകാൻ പറ്റില്ല. വീടുകളിൽ ഇപ്പൊ എങ്ങനെ കൊടുക്കുന്നത്? വീടുകൾ നമ്മൾ ഇപ്പൊ 65 രൂപയായിട്ടാണ് ലിറ്ററിന് കൊടുക്കുന്നത്. ഇപ്പൊ ഗ്രാമത്തിന്റെ ഏരിയയിൽ ശരിക്കും പാറയുള്ള സൈഡിലാണ്, ഒരു കുന്നിന്റെ മുകളിലാണ് ഈ ഒരു ഫാം. അടിപൊളി ഫാം ആട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മള് 65 രൂപയോളം ലിറ്ററിന് നമ്മള് വീടാക്കുന്നു. കർഷക വീട്ടോളിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്നു. ബോട്ടിലാക്കി കൊണ്ടേ കൊടുക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ ചേട്ടൻ കൊടുക്കുക? അതോ നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, ഓട്ടോയിൽ വരും. പാല് നമ്മൾ ഓട്ടോയിൽ കൊടുത്തു വിടുക ചെയ്യുക. മൂപ്പര് സപ്ലൈ ചെയ്തോളൂ. നമ്മുടെ ഫാമിന്റെ പേരെന്താണ്? ഗോകുലം ഡയറി ഫാം എന്നാണ് പേര്. ഫാമിന്റെ ലേബിളൊക്കെ അടിച്ചിട്ടാണ്? അങ്ങനെയാണ്. ലേബിള് അടിച്ചിട്ടല്ല, നമ്മൾ അത് ചെയ്തിട്ടില്ല. നമ്മൾ ഇപ്പൊ ഇവിടെ ആയിട്ട് ലേബിൾ ആക്കിയിട്ടില്ല. ഇനി പുതിയതായിട്ട് നമ്മൾ ആക്കാൻ പോകുന്നുണ്ട്. പാക്കറ്റ് ആയിട്ട് ലേബിളിലാക്കാൻ പോകുന്നുണ്ട്. കുറച്ചും കൂടി നമ്മളെ കടയിൽ കൂടെ ഒക്കെ നമ്മൾ കൊടുക്കാനുള്ള ഉദ്ദേശം, അതിന്റെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. FSI ലൈസൻസും കാര്യങ്ങളെല്ലാം നമ്മൾ അപേക്ഷിച്ചിട്ടുണ്ട്, പാക്കിംഗ് ലൈസൻസിനൊക്കെ. അപ്പൊ നമ്മൾ ഇനി കടയിൽ കൂടിയും കൂടി ആക്കിയാൽ നമുക്ക് ഈ ഫാമിംഗ് മേഖല പിടിച്ച് നിൽക്കാൻ പറ്റുള്ളൂ. ശരിയാണ്, അത് ഒറ്റയടിക്ക് അവിടെ കൊണ്ട് കൊടുക്കുകയും ചെയ്യാം. നമുക്ക് ഇപ്പൊ നമ്മൾ കുറെ നമ്മൾ ഹോസ്പിറ്റലിന്റെ ക്യാൻറ്റീനും കാര്യങ്ങളെല്ലാം നമ്മൾ ഇപ്പൊ എടുത്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ആഴ്ച മുതൽ നമുക്കത് ചെയ്യാനുള്ള അനുമതി തന്നിട്ടുണ്ട്. ചേട്ടാ ഇപ്പം പറഞ്ഞില്ലേ, ഇപ്പൊ പുറത്ത് പാല് കൊടുക്കാൻ വേണ്ടി ഫുഡ് സേഫ്റ്റിയുടെ കാര്യങ്ങൾ ചെയ്യണം, അതൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം? നമ്മൾ അത് ഓൺലൈനിലാണ് നമ്മളിപ്പോൾ അപേക്ഷിച്ചിട്ടുള്ളത്. നമ്മളെ FSI ലൈസൻസ് എടുക്കണം, പിന്നെ പാക്കിംഗ് ലൈസൻസ് എടുക്കണം. അപ്പോൾ ചെയ്തത് നമുക്ക് വ്യവസായ വകുപ്പിന്റെ പഞ്ചായത്ത് തലത്തിലുള്ള നമുക്ക് അവർ ഓഫീസർമാരുണ്ട്. അവരാണ് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു തന്നത്. അവരുടെ അടുത്ത് നമ്മൾ ഇതിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് നമ്മളെ അഡ്രസ്സ്, ഫോട്ടോ കാര്യങ്ങള്, നമ്മള് ഫാമിംഗ് ലൈസൻസിന്റെ എടുത്തതിന്റെ കാര്യങ്ങള് എല്ലാം നമ്മൾ അവരുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട്. അവരാ നമുക്ക് പ്രൊസീജിയർ ചെയ്തു തരുന്നത്. അതുകൊണ്ട് നമുക്ക് വലിയ ചെലവില്ല. നമുക്ക് അവർ തന്നെ എല്ലാം വ്യവസായ വകുപ്പ് നമുക്ക് നല്ല സപ്പോർട്ടിംഗ് ആണ്. അവിടുത്തെ ഓഫീസർമാര് കാര്യങ്ങളെല്ലാം നമ്മളിവിടെ പൂക്കോട്ടാവ് പഞ്ചായത്താണ് നമ്മൾ ഇത് വരുന്നത്. അവര് നമുക്ക് നല്ല സപ്പോർട്ടിംഗ് ആണ്. അവിടുത്തെ വ്യവസായ വകുപ്പ് ആൾക്കാർ നല്ല സപ്പോർട്ടിംഗ് ആണ്. നമുക്ക് എന്ത് കാണിച്ചാലും അവര് നല്ല കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു തരുന്നുണ്ട് നമുക്ക്. അതുപോലെ തന്നെ തൃക്കടിയൂർ പഞ്ചായത്ത് നമുക്ക് രണ്ട് ഫാം ഉണ്ടായതുകൊണ്ട് അവരെല്ലാം നമുക്ക് ഫാമിന് വേണ്ടി നല്ല ഫുൾ സപ്പോർട്ടാണ്.
രണ്ട് പഞ്ചായത്തും നമുക്ക് നല്ല സപ്പോർട്ടിങ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ നിലനിന്ന് പോകാൻ പറ്റുന്നത്. അത് വലിയ കാര്യമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഫാം നടത്തുമ്പോൾ നമുക്കറിയാലോ. അതന്നെ ഇപ്പൊ നമ്മൾ തൃക്കടിയൂർ പഞ്ചായത്ത് ആയിക്കോട്ടെ, നമ്മൾ പ്രസിഡന്റും കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാത്തിനും നമുക്ക് ഒപ്പം നമുക്ക് എപ്പോൾ വിളിച്ചാലും എന്ത് കാര്യത്തിന് വിളിച്ചാലും നമുക്ക് സപ്പോർട്ടിങ് ആണ്. അപ്പൊ ഈ പശുക്കളെ വാങ്ങാനും എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാനാണ് ഗവൺമെന്റിന്റെ? അത് ഗവൺമെന്റിന്റെ പറയും നമ്മള് പഞ്ചായത്തിന്റെ സ്കീമുകൾ വരുന്നുണ്ട്. അപ്പോ അതൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. നമ്മള് അതിനുള്ള ഇപ്പൊ പുതിയതായിട്ട് നമ്മള് ഗ്രാമസഭ എല്ലാം കൂടുമ്പോൾ അതിനുള്ള അപേക്ഷകൾ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇന്നും പുതിയ നമ്മള് ഗവൺമെന്റ് വന്ന ശേഷമാണ് ഇനി എല്ലാം നടക്കുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇലക്ഷൻ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. ഇനി പുതിയ സ്കീമുകളൊക്കെ വരണമെന്ന് കേട്ടാ ഉണ്ട്. ക്ഷീരവികസന വകുപ്പിന്റെ പേപ്പറിൽ ഇപ്പൊ വരുന്നുണ്ടെന്ന് നമ്മള് അവിടുന്ന് മാഡം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്ഷീരവികസന പുതിയ സ്കീമുണ്ട്. നമുക്ക് 10 പശു 5 പശുവിന്റെ ഒക്കെ സ്കീമുകൾ വരുന്നുണ്ട്. നമുക്ക് അങ്ങനെ എന്തെങ്കിലും സ്കീം ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫാം ഒന്നും കൂടി ബെനിഫിറ്റ് ആക്കി മാറ്റാം നമുക്ക് കർഷകർക്ക്. അതെ. അപ്പൊ ഇത്രയും നാൾ സൊസൈറ്റിയിൽ പാലെടുത്ത് നമുക്ക് സബ്സിഡി അങ്ങനെ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. സബ്സിഡി മിൽമയുടെ വകയിൽ നിന്ന് നമുക്ക് 5 രൂപ 2 രൂപ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പതാ പുതിയ യോഗം ചേരുന്നുണ്ടല്ലോ, 29-ാം തീയതി തീരുമാനം 4 രൂപ കൂട്ടുന്നുണ്ട്. കൂട്ടിക്കഴിഞ്ഞാൽ ഈ മേഖലയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമുക്ക് ഒരു ലിറ്റർ ഉത്പാദിപ്പിക്കാൻ തന്നെ നമുക്കൊരു 60 രൂപയോളം ചെലവ് വരുന്നുണ്ട്. ഈ ലോക്കൽ സെയിലും പിന്നെ ഈ മിൽമയും കൂടി ആകുമ്പോൾ നമ്മളിങ്ങനെ തട്ടിമുട്ടി ഇങ്ങനെ പോകുന്നു. കുറച്ചൊരു ബെനിഫിറ്റ് ആയി പോകുന്നു ഹൈബ്രിഡ് ആയതുകൊണ്ട്. സാധാ ജേഴ്സി പശു അങ്ങനെയുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഈ എല്ലാവർക്കും ഹൈബ്രിഡ് വാങ്ങാനും പറ്റില്ലല്ലോ. ഇത്ര എക്സ്പെൻസ് അല്ല, ഹൈബ്രിഡിന് എക്സ്പെൻസ് ആണ്. നമുക്ക് ഓരോ പശുവിന് നമുക്ക് അവിടെ പോയി എടുക്കുമ്പോൾ 1.25 1.30 എല്ലാം വരുന്നുണ്ട് റേറ്റ്. നല്ല പശുക്കളെ കിട്ടാൻ അതിന് കമ്മിയുള്ള പശുക്കളും ഉണ്ട്. പക്ഷെ ഏവറേജ് നമ്മൾ 1.25 1.30 ഒക്കെ അവിടെ റേറ്റ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ പശുക്കളെ നമ്മൾ എടുക്കുമ്പോഴേക്ക് ഈ സാധാരണക്കാർക്ക് പറ്റില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ട്. ഗവൺമെന്റ് എന്തെങ്കിലും ഭാഗത്തു നിന്ന് കർഷകരെ ക്ഷീരമേഖലയെ രക്ഷിക്കുക എന്തെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ ഈ മേഖല പിടിച്ചു നിൽക്കാൻ നല്ല പാടാണ്. ഈ മേഖല ലാഭകരമാണ്. പക്ഷെ നമ്മൾ ലോക്കൽ സെയിൽ ചെയ്യാൻ വഴിക്കിച്ച് നമ്മൾ ലാഭകരം തന്നെയാണ്. നമ്മൾ സൊസൈറ്റിനെ മാത്രം ആശ്രയിച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ ഈ മേഖല മുന്നോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് ലോക്കൽ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് അധ്വാനിക്കാനുള്ള കഴിവും നമുക്ക് ലോക്കൽ സെയിലും ചെയ്യാൻ കഴിവുണ്ട്. ലാഭകരമായിട്ട് നമുക്ക് മുന്നോട്ട് സുഖമായിട്ട് നമുക്ക് കൊണ്ടുപോകാം ഈ മേഖല. ശരിക്കും ഒരു 10 പശുവിനെ വാങ്ങിച്ച് ജീവിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹം. കാരണം ഇപ്പോഴത്തെ ജോലിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. കാരണം വെച്ചാൽ ടെൻഷൻ ആയിരിക്കും കൂടുതൽ. ഇതിലേക്ക് വരുമ്പോൾ അറിയാം ഒരു സമാധാനം ഉണ്ടാവില്ല. പശുക്കളെ സെലക്ട് ചെയ്യേണ്ട കാര്യത്തിലാണ് നമ്മൾ മസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം. അറിയുള്ളവരെ കൊണ്ട് സെലക്ട് ചെയ്യിക്കുക. രണ്ടാമത്തെ കാര്യം നമ്മൾ എന്താണെന്നറിയോ, നമ്മൾ ഒരു മിൽക്കിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പണികൾ എളുപ്പമായിരിക്കും ഇതില്. പിന്നെ നമ്മൾ വരുന്നത് എന്താന്ന് വെച്ചാൽ പാലിന്റെ നമ്മൾ ഉൽപ്പാദിക്കുന്ന സാധനം സെയിൽ ചെയ്യല്, നമ്മൾ പ്രൊഡക്ഷൻ ചെയ്ത സാധനം നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യണേൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് മോരും അങ്ങനെയുള്ള നെയ്യും കാര്യങ്ങളൊക്കെ വെച്ചാൽ മാർക്കറ്റിൽ നല്ല സാധനത്തിന് നല്ല വിലയാണ്. അപ്പൊ മാർക്കറ്റിംഗ് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എത്രയും നമുക്ക് ലാഭകരമായി കൊണ്ടുപോകാം. ഒരു 10 പശുവിനൊക്കെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നോക്കാം. നമുക്കൊരാളെ ആവശ്യമില്ലാതെ തന്നെ നോക്കാം. അത് നമുക്ക് ഒരു നല്ലൊരു ബെനിഫിറ്റും നമുക്ക് കിട്ടും. നമുക്ക് 10 പശുവും തന്നെ ഹൈബ്രിഡ് ആണെങ്കിൽ. അപ്പൊ പുതിയൊരാൾ ഇതിലേക്ക് വരുമ്പോഴേക്കാണ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ശരിക്കും പശുക്കളെ തിരഞ്ഞെടുക്കണം ആദ്യം ശ്രദ്ധിക്കണം. അതിന് എന്താണ് ചെയ്യേണ്ടത്? ശരിക്കും പശുക്കളെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ലാക്ടേഷൻ സെക്കൻഡ് ലാക്ടേഷൻ മാത്രം എടുക്കുക. ഹൈബ്രിഡിലേക്ക് മാറുക എന്ന് ഞാൻ പറയുള്ളൂ എല്ലാവരോടും. ഹൈബ്രിഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ചുരുങ്ങിയതൊരു 20+ കിട്ടും. നമുക്ക് 2 നേരം കൂടി 20+ കിട്ടും. നമുക്ക് ഒരു ദിവസം നമുക്കൊരു 350 രൂപ ചെലവ് വരുള്ളൂ. പിന്നെ ലോക്കൽ സെയിൽ ചെയ്യാൻ നോക്കുക. പിന്നെ നല്ല ഇനത്തിലുള്ള നല്ല പശുക്കളെ സെലക്ട് ചെയ്യുക. അതാണ് ഞാൻ ആദ്യം പറയുക. പശുക്കളെ സെലക്ട് ചെയ്യേണ്ടതിലാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്. നല്ല പശുക്കളെ നമ്മൾ നോക്കി സെലക്ട് ചെയ്ത് ഇത് നമുക്ക് ഫസ്റ്റത്തെ ലാക്ടേഷൻ പശുവാണ്. ഇത് നമുക്ക് 2 നേരം കൂടി ഒരു 23 ലിറ്റർ പാല് കറക്കുന്നുണ്ട്. നമുക്ക് അങ്ങനെ കറക്കുന്നുണ്ട്. ഇപ്പൊ പ്രസവിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഏകദേശം ഒരു 12 ദിവസം ആവുന്നുള്ളൂ. നമുക്ക് ഹൈബ്രിഡ് പശുക്കളാകുമ്പോൾ പെട്ടെന്ന് പാല് തെളിയും. പാല് നമുക്ക് മറ്റേ ജേഴ്സി പശുക്കളാകുമ്പോൾ നമ്മളൊരു 15 ദിവസം കഴിഞ്ഞ ചിലവർ എടുക്കുള്ളൂ. പക്ഷെ ഇതിന്റെ നമ്മളൊരു 5 ദിവസം 6 ദിവസം കഴിഞ്ഞ് തന്നെ പാല് തെളിയും, വെള്ളപ്പാൽ തന്നെയാവും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ നമുക്ക് പാല് ഇറക്കാൻ പറ്റും. വേറെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക്. അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ നമുക്ക് മാർക്കറ്റ് അതിന്റെ എക്സ്പെൻസ് നമുക്ക് അധികം വരുന്നില്ല. പിന്നെ പശുക്കൾക്ക് നല്ല ഹെൽത്തി ആയിരിക്കണം, നല്ല ഹെൽത്തി ആയിരിക്കണം. അവര് ഹെൽത്തി ആയിരിക്കും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ എല്ലാ പശുവിനും നമ്മൾ അവരെ തീറ്റയുടെ കാര്യത്തിൽ നമ്മൾ നോക്കണം. തീറ്റ എടുക്കുന്നില്ലേ, ഫുൾ ടൈം ഇല്ലേ. നമ്മൾ ഒരു പണിക്കാരൻ വെച്ചിട്ടാണെങ്കിലും നമ്മളെ ശ്രദ്ധ എപ്പോഴും ഫാമിൽ വേണം.
നമ്മൾ പശുക്കൾ ഫുള്ള് തീറ്റ എടുക്കുന്നു, ഏതെങ്കിലും തീറ്റ എടുക്കാത്തതുണ്ടോ, കാര്യങ്ങളുണ്ടോ, ഓരോ പശുവിന്റെ ഗ്രാഫ് നമ്മൾ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഡേറ്റ നമ്മൾ സൂക്ഷിക്കുന്നത് എപ്പോഴും നമ്മൾ നന്നായിരിക്കും. നമ്മൾ ഓരോ പശുവിനും എത്ര രാവിലെ കിട്ടി, എത്ര വൈകുന്നേരത്ത് കിട്ടി, അതിൽ എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്താ കാരണം എന്ന് അറിഞ്ഞിട്ട് അതിനുള്ള ചികിത്സ നമ്മൾ നോക്കണം. അത് നോക്കിയാൽ തന്നെ നമ്മൾ ഫാം ലാഭകരമാക്കും. നമ്മൾ ഇപ്പൊ നമ്മളൊരു അസുഖം വരുന്നേക്കാട്ടി മുന്നേ നമ്മൾ ചികിത്സിച്ചു കഴിഞ്ഞാലാണ് നല്ലത്. ഇപ്പൊ ഈ മെഡിസിന്റെ ഒക്കെ എക്സ്പെൻസ് അറിയാലോ, നല്ല വില കൂടുതലാണ്. അതാണ് ഈ ക്ഷീരമേഖലയിൽ നല്ല ബുദ്ധിമുട്ട്. ഒരു മെഡിസിൻ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നല്ല എക്സ്പെൻസീവ് ആണ്. അപ്പൊ നമ്മൾ അസുഖം വരുന്നേക്കാട്ടി മുന്നേ അത് കണ്ട് ചികിത്സിച്ച് കഴിഞ്ഞാൽ നമുക്കുള്ള പെട്ടെന്ന് നമുക്ക് നമ്മൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാം. തൈലേറിയ പോലത്തെ ചെക്ക് ചെയ്യാറുണ്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ചേട്ടൻ എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചത് ശരിക്കും പറഞ്ഞു? തൈലേരിയ നമ്മളെ എന്തായാലും പശുക്കളെ നമ്മൾ കണ്ടാൽ തന്നെ ആ പശുക്കളെ അറിയാൻ പറ്റും. നമ്മൾ പശുക്കളെ നോക്കിക്കഴിഞ്ഞാൽ പശുക്കളെ ബോഡിയുടെ നോക്കിക്കഴിഞ്ഞാൽ പശുക്കൾ ഉറങ്ങി തൂങ്ങിയ പോലെ ഇരിക്കും. ഓരോ പശുക്കൾക്കും ഓരോ രീതിയിലാണ്. അപ്പൊ നമ്മൾ ബ്ലഡ് തന്നെ നമ്മൾ എടുത്തുകൊണ്ടും നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യില്ല. നമ്മൾ ഡോക്ടറെ വിളിച്ച് ബ്ലഡ് കൊണ്ട് ചെക്ക് ചെയ്യും. നമുക്ക് ഇവിടെ ഡോക്ടർ വന്ന് ബ്ലഡ് എടുക്കണമെങ്കിൽ നമുക്ക് അധികം ചെലവ് വരുന്നില്ല. ഇവിടെ അടുത്ത് തന്നെ ഒറ്റപ്പാലം മൃഗാശുപത്രി ഉണ്ട്, വെറ്റിനറി ഉണ്ട്. അപ്പൊ അവിടെ പോയി നമ്മൾ ബ്ലഡ് കൊടുത്താൽ അവർ നല്ല നമുക്ക് സഹകരണമാണ്. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഇങ്ങനെ വിജയിക്കാൻ പറ്റും. നമ്മളാലും പുറത്ത് കൊണ്ടുകൊടുത്താൽ നമുക്ക് ഒരു ബ്ലഡ് ചെക്ക് 500 രൂപ കൊടുക്കണം. അവിടെ അതിന്റെ ആവശ്യമില്ല. ഇവിടെ നമുക്ക് ബ്ലഡ് അവർ എടുത്ത് തന്നെ നമ്മൾ കൊണ്ടുകൊടുത്ത് വൈകുന്നേരം തന്നെ ഡോക്ടറെ അടുത്തേക്ക് നമ്മൾ റിസൾട്ട് വരും. അപ്പൊ തന്നെ അതിന്റെ വേണ്ട വാക്സിനേഷൻ നമ്മൾ അപ്പൊ തന്നെ ചെയ്യും. കാര്യങ്ങൾ ഉടനടി ചെയ്യാം. നമ്മൾ പുറമേന്ന് പശുക്കൾ വാങ്ങി കൊണ്ടുവരുന്ന പശുക്കൾ നമ്മൾ ഉടനടി ചികിത്സ ചെയ്യണം. ഇത് ഒറ്റ തവണയാണ് 2 തവണ ചേട്ടൻ ചെയ്യോ അതോ? നമ്മൾ ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 15 ദിവസം കഴിഞ്ഞ് നമ്മൾ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യും എല്ലാ പശുക്കളെയും. അപ്പൊ ഇനി അതിന്റെ ഇത് കൂടിയിട്ടുണ്ടോ, അത് തൈലേരി അല്ലെങ്കിൽ അനാപ്ലാസം ഉണ്ടോ. അപ്പൊ നമ്മൾ എല്ലാ പശുക്കൾക്കും വന്നുകൊണ്ട് കാണിച്ചോളന്നില്ല. ചിലപ്പോൾ പ്രസവത്തോടനുബന്ധിച്ച് കാണിക്കും ചില പശുക്കൾക്ക് സ്ട്രെസ് കാരണം. അപ്പൊ നമ്മൾ അതും ചെക്ക് ചെയ്യുന്നു. പ്രസവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടി ചെക്ക് ചെയ്യും. ഇത് ചെനപ്പശുവാണ്. നമ്മള് ഈ പശുവിന് നമ്മൾ അധികം നമ്മൾ ബാക്ക് മടി ഉള്ള പശുക്കളെ നമ്മൾ എടുക്കുള്ളൂ. ബാക്ക് വിരിഞ്ഞ് നിൽക്കുന്ന പശുക്കളെ എടുക്കുള്ളൂ. പിന്നെ കാമ്പിന്റെ കാര്യമായിക്കോട്ടെ, കാമ്പിന്റെ അകലം നമ്മൾ നോക്കും. ഇതിന്റെ പായിട്ടില്ല, നമ്മൾ അകലം നോക്കും. കാമ്പിന്റെ അകലം കാര്യങ്ങൾ നോക്കും. പിന്നെ കാമ്പിന്റെ വലിപ്പം കാര്യങ്ങളെല്ലാം നോക്കും. ലെങ്ത്തുള്ള കാമ്പാണോ നോക്കും. എന്നിട്ട് കാര്യങ്ങൾ ചെയ്യാറുള്ളൂ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ പശുവിനെ നോക്കി നമുക്ക് അറിയാൻ പറ്റും. ഈ പശുവിന്റെ തന്നെ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഇതിന്റെ അകലം കണ്ടില്ലേ കാമ്പിന്റെ? എന്താ നമ്മള് പശുവിന്റെ അകലം നോക്കി അറിയില്ല. ഇതിന്റെ വീത് കണ്ടില്ലേ? ഈ പാളി കണ്ടില്ല അകടിന്റെ? പിന്നെ ഈ അകടിന്റെ ഗ്യാപ്പ് അങ്ങനെയൊക്കെ നമ്മൾ നോക്കിയിട്ട് എടുക്കാറുള്ളൂ. പിന്നെ നല്ല മടിയാണ്, കാരണം വലിച്ച ഇങ്ങനെ നീണ്ടു പോരാ. ഇതുണ്ടോ, ഇത് ഇനിയും ഒന്നും കൂടി മടി വരാണ്ട് സംഗതി. ചേട്ടാ 2 ഇതുണ്ടെന്ന് പറഞ്ഞു, അതായത് പാലിന്റെ മടിയുണ്ട്, അല്ലാതെ ഒരു ദശമടി ഉണ്ടെന്ന്. ഇറച്ചി മടി ഉണ്ട്, കല്ല് മടി പോലെ ഇരിക്കും. ഇതെങ്ങനെ നമ്മൾ അറിയണം? അത് നമുക്ക് മടി അത് എക്സ്പീരിയൻസ് തന്നെ എന്ന് പറയണം. അത് നമുക്ക് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മനസ്സിലായിക്കൊണ്ട് അത് നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടാവണം. നമ്മൾ അകിട് തൊട്ട് നല്ല സോഫ്റ്റ് ഉണ്ടാവും. നമ്മൾ അകിട് ചിലതിന് നമ്മുടെ കല്ല് മടി പോലെ ഉണ്ടാവും. അങ്ങനെ ആകുമ്പോൾ നമുക്കത് ഇറച്ചി മടി എന്നാ പറയാ. നമ്മളിവിടെ ഉള്ളവര് ഇറച്ചി മടി എന്നാ പറയാ. അതെന്താ വെച്ചിട്ടാ, അങ്ങനെ ആകുമ്പോൾ നമ്മൾ പാലുൽപാദനം കിട്ടില്ല. പാല് നമുക്ക് അധികം കിട്ടില്ല. മടി തന്നെ അങ്ങനെ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് നമ്മൾ പഠിച്ച് അങ്ങനെ എക്സ്പീരിയൻസിൽ വരുന്നതാണ് അത്. പിന്നെ പശുക്കളുടെ കാര്യം പറഞ്ഞു. പിന്നെ അടുത്തത് മാർക്കറ്റിംഗ് അല്ലേ? മാർക്കറ്റിംഗ് നമ്മളെ പാല് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാനുള്ള ഒരു കഴിവാണ്ട് കാര്യങ്ങൾ. നമ്മളിവിടെ വീടുകളിലായിക്കോട്ടെ ഷോപ്പുകളിലായിക്കോട്ടെ നമ്മളെ പാലിന്റെ നല്ല ക്വാളിറ്റി പാല് കൊടുത്ത ജനങ്ങൾ നല്ല മേടിക്കുന്ന ആൾക്കാർ നിരവധി പേരുണ്ട്. അതായത് ഗുണനിലവാരമുള്ള പാല് നമ്മൾ കൊടുക്കുക അല്ലേ? അതന്നെ നമ്മളെന്താ വെച്ചിട്ടാ, നമ്മളൊരു ക്യാപ്ഷൻ തന്നെ പറയുന്നത് കർണയുടൻ വീട്ടുപടിക്കൽ എന്നാ പറയാ. അപ്പൊ എന്താ വെച്ചാൽ കർണയുടൻ നമ്മൾ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊടുക്കുക. നമ്മൾ വൈകുന്നേരത്തെ പാല് നമ്മൾ സൊസൈറ്റിയിൽ, രാവിലത്തെ പാല് ഇനി നമ്മൾ മാർക്കറ്റിംഗ് ഫുള്ള് വീട്ടുകളിൽ കൂടെ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശമാണ് നമ്മൾ. അപ്പൊ അതിനു വേണ്ടി ചേട്ടൻ ഇപ്പൊ ഒരു എത്ര വീട് കൊടുക്കുന്നുണ്ട്? ഇപ്പൊ നമ്മളൊരു 10-30 വീട് കൊടുക്കുന്നുണ്ട്. 30 വീടുകളിൽ കൊടുക്കുന്നുണ്ട്. ഇതിപ്പോ എങ്ങനെയാണ് അവരോട് പോയി ചോദിച്ചു എന്താ ചെയ്ത് ചേട്ടൻ? നമ്മളിപ്പോ ഒരു വീട് കൊടുത്തു കഴിഞ്ഞാൽ അവരെ പബ്ലിസിറ്റി മുഖാന്തരം നമുക്ക് ഓരോരോ വീട് കിട്ടുന്നുണ്ട്. നമ്മുടെ പാല് നല്ലതാവുന്നുണ്ട്, നല്ല പാല് കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ മാർക്കറ്റിങ്ങിൽ നമ്മൾ ഓരോ വീടുകളും നമ്മൾ നോട്ടീസ് കാര്യങ്ങൾ കൊടുക്കും. നമ്മുടെ പാലിനെ കുറിച്ചിട്ട് നമ്മളൊരു സാമ്പിൾ പാൽ ആദ്യം കൊടുക്കും. നമ്മൾ സാമ്പിൾ പാൽ ആദ്യം കൊടുത്ത ശേഷം അവര് തൃപ്തിയാണെങ്കിൽ നമ്മൾ വിളിക്കും, പാല് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്, മാർക്കറ്റ് പിടിക്കുന്നത്. ഇനി നമ്മൾ അടുത്തായിട്ട് പരിചയപ്പെടാൻ പോകുന്ന ഷെഡിന്റെ കാര്യമാണ്. ചേട്ടാ, അപ്പൊ ഈ ഷെഡ് വന്നിട്ട് ഇപ്പൊ എത്ര നാളായി?
ഈ ഷെഡ് പണിപ്പോ ഒരു കൊല്ലത്തിന്റെ ഉള്ളിലാവണുള്ളൂ. നമ്മൾ കറക്റ്റ് പറയാ 8 മാസത്തോളം ആയിട്ടുള്ളൂ നമ്മൾ ഷെഡ് പണിതിട്ട്. നമ്മൾ മെല്ലെ മെല്ലെ നമ്മൾ പറഞ്ഞില്ലേ, നമ്മളെ പണ്ട് ജേഴ്സിയിലുണ്ടായിരുന്നു പറഞ്ഞില്ലേ, ഓരോ ഘട്ടമായിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ നമ്മൾ പണിത് വന്നു, കാര്യങ്ങളായിട്ട് വന്നു. ഇപ്പൊ അങ്ങനെയാണ് നമ്മൾ ഓരോ ബാച്ചായിട്ട് ഇങ്ങനെ കയറ്റി കൊടുക്കുന്നത് നമ്മള്. അപ്പൊ ഈ ഷെഡ് പണിതപ്പോ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു നടന്നു ഞങ്ങളത് കാണിക്കാൻ പറ്റും? നമ്മൾ ഷെഡ് വന്നപ്പോൾ ഒന്നാമത് ഷെഡിന്റെ ഹൈറ്റ് നമ്മൾ കൂട്ടാൻ തുടങ്ങി. വായു സഞ്ചാരത്തിന്, എയർ പാസിങ്, നമ്മൾ പശുക്കൾക്ക് ചൂടുണ്ടാവാതിരിക്കാൻ എയർ പാസിങ്ങിന്റെ മസ്റ്റ് നോക്കി. പിന്നെ നമ്മൾ പശുക്കൾക്ക് ഈ നമ്മൾ എപ്പോഴും ഡ്രൈ ആയി കിടക്കാം. അപ്പൊ നിങ്ങളിവിടെ തന്നെ അറിയാൻ പറ്റും, പശുക്കൾക്ക് ഡ്രൈ ആയി എപ്പോഴും തൊഴുത്ത് നിൽക്കണം. അതിനുള്ള സ്ലോപ്പ് കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചായിരുന്നു. മാറ്റ് ഇട്ടിട്ട് വെള്ളം തുള്ളി നിൽക്കരുത് ഈ മാറ്റിൽ. അപ്പൊ നിങ്ങൾക്ക് തന്നെ ഇവിടെ നോക്കി അറിയാൻ പറ്റും, ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല. നമ്മൾ കഴുകിയാലും പശുക്കൾ മൂത്രം ഒഴിച്ചാലും ഡ്രൈ ആയിട്ട് നിൽക്കാൻ വേണ്ടി അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു. നമ്മൾ ഡ്രൈ ആയി നിൽക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വെള്ളം ഒഴിഞ്ഞു പോകണം. ഇതുപോലെ ഒരു സംഭവം അത് നമ്മൾ എന്താ വെച്ചാൽ മാറ്റിന്റെ നമ്മൾ മാറ്റ് ഇട്ടാലും മാറ്റിന്റെ അടിയിൽ അടിയിൽ കൂടെ വെള്ളം വരാൻ വേണ്ടിയിട്ട് നമ്മൾ, അല്ലെങ്കിൽ മാറ്റിന്റെ അടിയിൽ ചളി കെട്ടി നിൽക്കും, പുഴുവൊക്കെ വരും. അത് വരാതിരിക്കാനാണ് നമ്മൾ ഇവിടെ ഒരു ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് അങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ആ വെള്ളങ്ങളിലൊക്കെ പോരും. നമ്മൾ ഇതിന്റെ അടിയത്തെ വെള്ളം എല്ലാം പോരും. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു സംഭവം എയർ പാസിംഗ്, അത് നമ്മൾ പശുക്കളെ കൊണ്ടുപോകുമ്പോൾ പശുക്കളെ എന്താ വെച്ചാൽ വഴിക്ക് വീഴാതിരിക്കാനും, കാരണം നമ്മൾ പുറത്തേക്ക് ഇറക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വെള്ളം എപ്പോഴും ഡ്രൈ ആയിട്ട് ഒഴിഞ്ഞു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്താണ് ഈ സംഗതി. നമുക്ക് അതുപോലെ തന്നെ നമുക്ക് ഈ ചാണകമെല്ലാം വാരി കൊണ്ടുപോകുമ്പോൾ നമുക്കുള്ള ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ചാണകം ഇട്ടാലും നമുക്ക് ഇവിടേക്ക് നമുക്ക് കോരിയിടാം. അതിനുള്ള ഇതാണ് നമുക്കിപ്പോൾ ഒന്നും വേണ്ടത്. അപ്പോൾ ഇപ്പോൾ പശു ഇപ്പോൾ ചാണകം ഇട്ടെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോരി നമുക്ക് ഇവിടെ നമുക്ക് എപ്പോഴും മാറ്റിൽ ചാണകം ഉണ്ടാവില്ല, നമുക്ക് ഒഴിച്ചിടാം. നമുക്ക് അപ്പോൾ അത് നമ്മുടെ ആവശ്യാനുസരണമായിട്ട് നമുക്ക് കോരിക്കൊണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു സ്പേസും കൂടി ഇവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ചൂടിനെ പ്രതിരോധിക്കാനായിട്ട് ഫോഗ് ഇട്ടിട്ടുണ്ട്. ഫാം സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ സെറ്റപ്പ് ചെയ്തായിരുന്നോ? ഇല്ല, നമ്മളിപ്പോ ഇത് നമ്മളിപ്പോ ഇട്ടിട്ട് 1 മാസം ആയിട്ടുള്ളൂ. ഈ പശുക്കളെ ചൂടിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടേ ചെറുതായിട്ട് മഞ്ഞ് പോലെ വരുള്ളൂ ഈ സംഗതി. ഇതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് പശുക്കൾക്ക് വേറെ പ്രശ്നങ്ങൾ വരുന്നില്ല ഇങ്ങനെ ചെയ്യുകൊണ്ട്. നമുക്ക് ഇങ്ങനെ വരുകൊണ്ട് നമുക്ക് പശുക്കൾക്ക് എപ്പോഴും ആ തണുപ്പ് എപ്പോഴും നിലനിൽക്കും. പിന്നെ ചേട്ടാ ഞാൻ പറയും, ഇപ്പൊ ചൂടുള്ള സമയമല്ല, അപ്പൊ എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് ഇതുപോലെ ഒരെണ്ണം വെച്ചാൽ മതി. അപ്പൊ ഏകദേശം ഒരു ചെലവ് നമുക്ക് വരും. ഇത് ചെലവ് കമ്മി, ഇത് നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇതിപ്പോ നമുക്ക് ഓൺലൈനിലായാലും ഓഫ്ലൈനിലായാലും നമുക്ക് ഇത് ഓൺലൈനിൽ നമുക്ക് മേടിക്കാം ഈ സംഗതി. നമുക്കൊരു 7000 രൂപയുടെ ഉള്ളിലാണ് വരുന്നുള്ളൂ. ഇത് 40 നോസ് എന്ന് പറയും. ഇങ്ങനത്തെ സാധനം 40 എണ്ണം വരും. അതിൽ 7000 രൂപ നമുക്ക് ചെലവ് വരുന്നുള്ളൂ. ഇത് നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാനുള്ളൂ, നമുക്ക് അധികം ചെലവ് വരുന്നില്ല. നമുക്ക് ഒരു ഇലക്ട്രീഷ്യന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇത് നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഫാൻ ഇട്ടിട്ടുണ്ട്. ഫാൻ ഫുൾ ടൈം നമ്മൾ ഇടും, ഫുൾ ടൈം ഫാൻ ഇടും. പിന്നെ ഏകദേശം ഈ ഒരു റൂഫും കാര്യങ്ങളും പിന്നെ അതുപോലെ തന്നെ ഈ ഷെഡ് പണിതിന് എത്ര രൂപയായിട്ടുണ്ട് ഏകദേശം നമുക്കൊരു എല്ലാം പാടെ ഒരു 18 ലക്ഷത്തിന്റെ അടുത്ത് വന്നിട്ടുണ്ട്. 18 ലക്ഷത്തിന്റെ അടുത്ത് ചെലവ് വന്നിട്ടുണ്ട്. ഇത് ലോങ് നമ്മൾ നിലനിൽക്കണം എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ, അതുകൊണ്ടാണ് നമ്മൾ എത്ര ചെലവ് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇത്ര വരില്ല. നമ്മളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എടുത്ത് ചെയ്യുകൊണ്ടാണ് വന്നിട്ടുണ്ട്. നമുക്ക് കാലാകാലത്തേക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്ത്. അല്ലെങ്കിൽ നമുക്ക് ഇതിന് എക്സ്പെൻസ് കമ്മിയാക്കി ചെയ്യാം. ഇത്ര എക്സ്പെൻസ് ഒന്നും വേണ്ട. പക്ഷെ നമുക്ക് എന്നും നമ്മളൊരു ഇത് നിലനിൽക്കട്ടെ വിചാരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ചാറ്റടേനെ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്ത്. അതുകൊണ്ട് അത്ര എക്സ്പെൻസ് നമുക്ക് ഇതിലും കമ്മിയൊക്കെ ചെയ്യാം. ഇത്രയൊന്നും എക്സ്പെൻസ് ഇല്ലാതെ തന്നെ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കുടിക്കാനായിട്ട് ഡ്രിങ്കിങ് സിസ്റ്റം ഉണ്ടല്ലേ? ഓട്ടോമാറ്റിക് വാട്ടർ സിസ്റ്റം നമ്മൾ വെച്ചിട്ടുണ്ട്. മൂത്രവും ചാണകവും അത് നമ്മൾ സെപ്പറേറ്റ് ഒരു കുഴിയിലേക്ക് പോവുകയാണ്. പുല്ല് നമ്മളിപ്പോ അവിടെ നട്ടിട്ടുണ്ട്, അതിലേക്ക് അടിച്ചു കളയുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാ ചേട്ടൻ പറഞ്ഞുതരാമോ? ഇതിനുള്ള വെള്ളം നമ്മൾ ഡ്രൈനേജത്തെ വെള്ളം നമ്മൾ പോവുകയാണ്. ഇവിടെ ഇങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ടല്ലേ? അടിപൊളി. ഇത് നമ്മൾ മഴക്കാലത്ത് ചാണകം ഇവിടെ ഇടും. ഇത് ഇവിടെ നോക്കി അറിയാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെ ചാണകം വെള്ളം ഇവിടെ വരും, അത് ഫിൽട്ടർ ചെയ്ത് അപ്പുറത്തെ ടാങ്കിലേക്ക് വരും. അപ്പുറത്തെ ടാങ്കിൽ നിന്നാണ് നമ്മൾ മോട്ടർ അടിച്ച് വിടുക ചെയ്യുന്നത് പുല്ലിലേക്ക്. അടിപൊളി കേട്ടോ. ഇതിങ്ങനെ ഫാമിന്റെ ഒപ്പം ചെയ്താണ് ഇതും എല്ലാ ഫാമിന്റെ ഒപ്പം കൂടി ഇതും കൂടി കൂട്ടിട്ട് നമുക്ക് എക്സ്പെൻസ് അത്ര വന്നിട്ടുള്ളത്. അത് അത്ര എക്സ്പെൻസ് വന്നിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ചാണകം നമ്മൾ എന്ത് ചെയ്യും? ചാണകം നമ്മൾ ചാണകം നമ്മൾ ഉണക്കി കൊടുക്കുന്നുണ്ട്. ഇതവിടെ നമ്മൾ ചാണകം നമ്മൾ അന്നുള്ള ചാണകം നമ്മൾ അന്ന് തന്നെ ഉണക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഭായിമാര് ചെയ്യോ? ഭായിമാര് ചെയ്യും. നമ്മള് അവര് ഇത് നമ്മൾ ഇങ്ങനെ നമ്മൾ ചാണകം ഇവിടെ നമ്മളിങ്ങനെ ഇടും. നമ്മൾ ഉണക്കിയിട്ട് നമ്മള് അത് ചാക്കിലാക്കി ഉണക്കി പൊടിച്ചു കൊടുക്കും. ഇപ്പൊ ഇത് ഡ്രൈ ആവുന്നും കൂടെ ആയി. ഇത് നമുക്ക് നല്ല ഒന്നും കൂടി പൊടിക്കും.
ഓക്കെ. ഇത് ഈ ഇടയ്ക്ക് തുടങ്ങിയതാണോ അതോ? അല്ല, നമ്മൾ ആദ്യം മുതലേ ചെയ്യാറുണ്ട്. ചാണകം ഉണക്കി പൊടിച്ച് കൊടുക്കാറുണ്ട്. നമുക്ക് കസ്റ്റമേഴ്സ് നല്ലോണ്ട്. ഇപ്പൊ തന്നെ ഉള്ള ചാണകങ്ങളൊക്കെ കയറ്റി പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് എത്ര വിൽക്കാൻ പറ്റും? നമ്മളിവിടെ ഒരു ചാക്കിന് നമ്മൾ 50 കിലോന്റെ ചാക്കിന് 250 രൂപയായിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. 250 രൂപയായിട്ടാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത് ചാക്കിന്. ഇതിപ്പോ നമ്മൾ ഉണക്കി കഴിയുമ്പോ ചാക്കിൽ വെക്കുമ്പോ അപ്പൊ തന്നെ ഓർഡർ ആണ്. ശേഖരിച്ച് വെക്കാനുള്ള കിട്ടുന്നില്ല, അപ്പൊ തന്നെ ഓർഡർ ആണ്. എന്താ വെച്ചാൽ നമ്മള് നന്നായിട്ട് ഉണക്കി ഇതിൽ വേറെയുള്ള ഇതോളൊന്നും വരുന്നില്ല. അപ്പൊ നമ്മൾ നല്ല സാധനമാക്കി കൊടുക്കൊണ്ട് എന്താ വെച്ചിട്ടാ അവർക്കത് നമ്മള് തെങ്ങിനും കഴുങ്ങിനും ചേനക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല സാധനം കൊടുക്കുന്നത്. ഞാൻ പറയട്ടെ, ഇപ്പൊ ഇത് ചാണകം വിറ്റ് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും, പലരും നമ്മൾ ചോദിക്കുന്നത്. അതെ, ചാണകം വിറ്റ് നല്ല പ്രോഫിറ്റ്, ഇതിന്റെ സൈഡ് പ്രോഫിറ്റ് ആണ് നമുക്ക് ചാണകം വിറ്റിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇത് നമുക്കൊരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണ്. ഇത് നമ്മൾ നല്ല നേരം പോലെ നോക്കുക വെച്ചാൽ നമുക്കിത് പണിക്കാർക്ക് കൊടുക്കാനുള്ള സാലറി ചാണകത്തിൽ നിന്ന് തന്നെ കിട്ടും നമുക്ക്. അപ്പൊ ഇത്തിരി പറഞ്ഞു പശുക്കളെ എടുത്തു കൊടുക്കും എന്ന് പറഞ്ഞു, അതെങ്ങനെയാ? നമ്മൾ എടുത്തു കൊടുക്കണ പറഞ്ഞാൽ നമ്മൾ കൊടുന്ന് നമ്മളിവിടെ പ്രസവിച്ച് നമ്മൾ ഒരു 10 ദിവസത്തിന്റെ ഉള്ളിലായ പശുക്കളെ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. നമ്മൾക്ക് കറന്ന് ബോധ്യപ്പെട്ട പശുക്കളെ മാത്രമേ നമ്മൾ കൊടുക്കാറുള്ളൂ. അല്ലാതെ നമ്മൾ പുറമേന്ന് നമ്മൾ എടുത്തു കൊടുക്കാറില്ല. നമ്മളിപ്പോൾ എടുത്തു കൊടുത്താൽ തന്നെ നമ്മളിപ്പോൾ കൃഷ്ണഗിരി ചിന്താമണി പോയി കൊടുക്കുന്ന പശുവിനെ നമ്മൾ ഇവിടെ വന്ന് ക്വാറന്റൈനിൽ നിർത്തി അതിന് വേണ്ട വാക്സിനേഷനുകളെല്ലാം കൊടുത്ത ശേഷം മാത്രമാണ് നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ സാധാരണക്കാർക്ക് അറിയില്ല, ഈ തൈരിയിൽ എന്താ അനാപ്ലാസ്മ എന്താണെന്ന് അറിയില്ല. അപ്പോൾ പശുവിൻ്റെ ഫുള്ള് ഹെൽത്തി ആയ ശേഷമാണ് നമ്മളിവിടെ പെറ്റ പശുക്കളാണെങ്കിൽ തന്നെ നമ്മൾ കറന്ന് നമുക്കൊരു പാല് ഉറപ്പ് വന്ന പശുക്കളെ മാത്രം നമ്മൾ സെയിൽ ചെയ്യാറുള്ളൂ. കറവ 3-4 ദിവസം വന്ന് കണ്ട അങ്ങനെ നമ്മൾ കറവ കാണാനുള്ള സൗകര്യം ഉണ്ട്, ഇവിടെ സ്റ്റേ ചെയ്ത് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ട്. അങ്ങനെയുള്ള മാത്രമാണ് നമ്മൾ ചെയ്യാറുള്ളൂ. ഇവിടെ സ്റ്റേ ചെയ്ത് കറന്ന് നോക്കി വേണമെങ്കിൽ കൊണ്ടുപോവാം നമ്മൾ. അപ്പൊ അവർക്കും ഒരു കാര്യമാവും, എന്താ വെച്ചിട്ട് അവർക്ക് വേറെ പ്രസവം നോക്കണ്ട, കാര്യങ്ങൾ നോക്കണ്ട, ബാക്കി എല്ലാ കാര്യവും ഹെൽത്തി എല്ലാം ഓക്കെ ആക്കിയിട്ട് നമ്മൾ പശുവിനെ കൊടുക്കാറുള്ളൂ. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഏത് പശുവിനെ വാങ്ങണമെന്ന് വെച്ചാൽ അതിന് ചെക്ക് ചെയ്ത് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. വാങ്ങിക്കാൻ പറ്റും. പ്രസവം കാര്യങ്ങളൊന്നും നോക്കണ്ട, നമുക്ക് കൊണ്ടേ ഉടനെ അവർക്ക് വരുമാന മാർഗ്ഗമാവും. പ്രസവിച്ചിട്ട് നമ്മൾ അധികം കൊടുക്കാറുള്ളൂ. അത് എന്താ അങ്ങനെ കൊടുക്കണമെന്നുള്ള മെയിൻ കാര്യം എന്താ, നമ്മൾ ചില പശുക്കൾക്ക് നമ്മൾ പ്രസവം എന്താ കാര്യങ്ങൾ ഹൈബ്രിഡ് ആയതുകൊണ്ട് ചിലർക്ക് നോക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. അപ്പം നമ്മൾ ഇവിടെ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഡോക്ടർ സേവനമുണ്ട്, കാര്യങ്ങളുണ്ട്, ഫാമിലി ഫുൾ ടൈം ഡോക്ടർ ഉണ്ട്. നമുക്ക് എല്ലാ ആഴ്ചയിലും വന്ന് നോക്കും ഡോക്ടർ. എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓടി വരും, കാര്യങ്ങൾ നമുക്ക് നോക്കാം. പക്ഷെ ഒരാൾ കൊണ്ടുപോകണം, ഇപ്പോൾ ഡോക്ടർമാരെ കിട്ടാൻ തന്നെ നല്ല പ്രയാസമാണ് ഇപ്പോൾ രാത്രി സേവനങ്ങൾക്കൊക്കെ. അപ്പം അതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യുന്നത്. ചിലവർ പറയും ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ട് എന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് വെച്ചാൽ നമ്മൾ കാമ്പെല്ലാം നോക്കി കാര്യങ്ങൾ ചെയ്ത് ഗ്യാരണ്ടിയോടെ കൊടുക്കും. അപ്പോൾ ചേട്ടൻ പശു വളർത്തൽ മാത്രമാണോ മറ്റെന്തെങ്കിലും ബിസിനസ്സും കാര്യങ്ങളും ഉണ്ടോ? നമുക്ക് ബിസിനസ് ഉണ്ട്, നമുക്ക് വേറൊരു ഷോപ്പ് ഉണ്ട്, ടെക്സ്റ്റൈൽസ് ബിസിനസ് ഉണ്ട്. ടെക്സ്റ്റൈൽസിന്റെ പേരെന്താ? അടവാക്കാട് കളക്ഷൻ എന്നാണ്. അപ്പോൾ ഞാനും ജ്യേഷ്ഠനും കൂടിയാണ് ചെയ്യാറ്, അവിടെ ഇരിക്കാറ്. അപ്പോൾ എനിക്ക് കൂടുതലായിട്ട് ഈ പശുക്കളായിട്ട് താല്പര്യം കൊണ്ടാണ് ഞാൻ ഈ മേഖല അധികം ഫോക്കസ് ചെയ്യണ്. ജ്യേഷ്ഠനാണ് അവിടെ എല്ലാം ചെയ്യാറ്. ഇതെങ്ങനെ രണ്ടും ഒരുമിച്ച് പോകണം? ഇത് വേറെ ഫീൽഡാണ്, അതും വേറെ ഫീൽഡാണ്. ഇതെങ്ങനെയാണ് ഒരുമിച്ച് രണ്ട് ബിസിനസ് ഒരുമിച്ച് കൊണ്ടുപോകണേ? രണ്ട് ബിസിനസ്സും ഒരുമിച്ച് കൊണ്ടുപോകുന്ന കാര്യം നമ്മളെ ഫാമിലി സപ്പോർട്ട് തന്നെയാണ്. അതെയോ? നമ്മളെ ജ്യേഷ്ഠനും കാര്യങ്ങളൊക്കെ നല്ല സപ്പോർട്ട് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഈ മേഖല ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമുക്ക് നടക്കില്ല, രണ്ട് മേഖലയും ഒരുമിച്ച് കൊണ്ടുപോകാൻ നടക്കാൻ പറ്റില്ല. ജ്യേഷ്ഠൻ ഇവിടെ വരൂല്ലേ? ജ്യേഷ്ഠനും എല്ലാവരും വരും, കാര്യങ്ങൾ നോക്കും. എല്ലാവരും കൂടി നിൽക്കൊണ്ടാണ് നമുക്ക് ഇവിടെ ഒരുമിച്ച് പോവാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് നടക്കില്ല. അപ്പൊ ഇതിനൊരു സമയം എങ്ങനെ കണ്ടെത്തുന്നേ? സമയം നമ്മള് 2 നേരം ഞാൻ വന്നു നോക്കും. അപ്പോൾ ഏട്ടുണ്ടാവും, ഷോപ്പിലുണ്ടാവും, കാര്യങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. ഇതിപ്പോ എത്ര മണിക്ക് സ്റ്റാർട്ട് ചെയ്യണേ? അപ്പൊ സ്റ്റാർട്ടിങ് രാവിലെ നമുക്കൊരു 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഞാനിവിടെ എത്തുമ്പോൾ ഒരു 3-3:30 മണിക്ക് എത്തും. കറവ തീറ്റ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധ ഒപ്പം ഉണ്ടാവും. തീറ്റ കൊടുക്കുന്ന നമ്മള് ബോധ്യപ്പെട്ടിട്ട് നമ്മൾ കണ്ട് ഓരോ പശുക്കൾ തീറ്റ എടുക്കുന്നില്ലേ കാര്യങ്ങളില്ലേ എന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുള്ളൂ. എന്തെങ്കിലും തീറ്റ മടുപ്പോ കാര്യങ്ങളുണ്ടോന്ന് എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും. നമ്മളൊരു കണ്ണ് എപ്പോഴും ഉണ്ടായിരിക്കുന്നു അർത്ഥം. അപ്പൊ ചേട്ടന്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച് നന്ദി പറയുന്നു. ആയിക്കോട്ടെ, താങ്ക് യു. നിങ്ങളിവിടെ വന്ന് ഇങ്ങനെ എല്ലാം കവർ ചെയ്യാൻ ഞങ്ങൾക്ക് സന്തോഷമാണ്, കാര്യങ്ങളാണ്. ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഗോകുലം ഡയറി ഫാമിലെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതോടെ നിങ്ങളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു നല്ലൊരു ഫാമിംഗ് വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.